हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഹനുമചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. കൃഷ്ണദാസൻ കെ കെ എന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് കമൻ്റ് ഇട്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. ഹരേ കൃഷ്ണ അച്ഛാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഇല്ല, ഇതങ്ങനെ അധികം ഇഷ്ടമല്ല. അതിഷ്ടം അതങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തിന്നോളെ. സഞ്ജുവിന് പോലും കൊടുക്കില്ല. സഞ്ജു എന്തെങ്കിലും ഒറ്റയ്ക്ക് കൊണ്ടൊന്നും എടുത്തു കൊടുക്കില്ല. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഞാൻ ഉച്ച മുതൽ പറയുന്നില്ല ഈ നൈറ്റി മാറാൻ. ഉച്ച മുതൽ ഈ നൈറ്റി മാറാൻ പറയുന്നില്ലേ. കൃഷ്ണ 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 ഹരേ വിളിച്ചെങ്ങനെ ചെയ്യില്ല, പറഞ്ഞാൽ അനുസരിക്കില്ല. ഒരു ദിവസം ഒരു 2 നൈറ്റി മാറ്റുന്നതിന് എന്താ കുഴപ്പം? ഇവിടെ വന്ന് ഒരു ദിവസം ക്ലാസ് എടുക്കുന്ന സമാധാനം തരണം. ഞാൻ എത്ര മണിക്ക് പറഞ്ഞതാ മാറാം? വിളിച്ച് ഓടുന്നു. എവിടേക്കോ ഓടണം. ഒരു ദിവസം 2 നൈറ്റി മാറ്റിയില്ലെങ്കിൽ എല്ലാ നൈറ്റും കൂടെ എന്നെ എടുത്തിട്ട് കത്തിക്കുന്നു, ഉറപ്പാണ്. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 യൂണിഫോം പോലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ മാറിയോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 കൃഷ്ണ
ഹരേ കൃഷ്ണ. ഷൂ തോറ്റെന്നോ എനിക്ക് കട്ട് പിടിപ്പിക്കാൻ. രാവിലെ മുതൽ കുളിച്ചപ്പെട്ടൊരു നൈറ്റി അത് ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുക. യൂണിഫോം പോലെ അതന്നെ ഇട്ടുകൊണ്ട് നടക്കുക. ഞാൻ ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് അത് മാറിയിട്ട് വേറെ നൈറ്റി ഇടുന്നു. അത് എല്ലാം ഇങ്ങനെ കൈ അതിൽ തന്നെ ഇവിടെ തന്നെ തുടച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് അത് മാറി വേറെ നൈറ്റി ഇടുന്നു. എന്നിട്ട് അത് കേൾക്കുന്നു വാ കുഞ്ഞാ. എന്നിട്ട് അത് കേൾക്കാണ്ട് ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ അതന്നെ ഇട്ട് നടപ്പ്. മാറിയോ നോക്കട്ടെ, അല്ലേ എനിക്ക് ക്ലാസ്സിലൊക്കെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും. എനിക്ക് ഇനിയാ കണ്ട വട്ടുപിടിക്കും. എവിടെ അപ്പം എന്ത് വൃത്തിയുണ്ട് നോക്ക്. ആ ഇട്ട് നൈറ്റ് തന്നെ ഇട്ടുകൊണ്ട് കിടക്കാടാ അനിയനെ. ഇട്ട് ഇങ്ങനെ നടക്കും. കത്തിച്ചു കൊടുക്കാം ഞാൻ ആ യൂണിഫോം നടക്കുക. ഞാൻ നേരം വെളുക്കട്ടെ. ആ 2 നൈറ്റി എടുത്തിട്ട് ഞാൻ കത്തിക്കുന്നുണ്ട്. ഇല്ലാത്ത പോലെ ഇട്ട് ഇങ്ങനെ നടക്കുക. അപ്പം നോക്കിയാലും ഇഷ്ടമല്ല. ദേഷ്യം വരും ഇതൊക്കെ കാണും. ചൂടുവെള്ളം വേണം. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഹനുമചരിതത്തിൽ തുളസീദാസനും ശ്രീ ഹനുമാനും എത്ര നൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. 4 ആയിട്ട് തന്നെ ഇട്ട്. ഗവൺമെൻറ് സ്കൂളിലെ പിള്ളേരെ പോലെ എപ്പം നോക്കിയാലും അതന്നെ ഇട്ടിങ്ങനെ മാറും. എനിക്ക് ഒരു ദിവസം ഇവിടെ മണ്ടങ്കാട്ട് ഭഗവതി ഇളകിയ എല്ലാം കൂടി പിടിച്ച് ഞാൻ അങ്ങോട്ട് കത്തിച്ച് കളയും. അന്ന് മനസ്സിലാവും. ഒരു ദിവസം 2 എണ്ണം മാറുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? രാവിലെ എണീറ്റ് കുളിച്ചല്ലേ, വൈകിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കുളിച്ച് ഫ്രഷായി രണ്ടാമത്തെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. അത് ചെയ്യില്ല. അപ്പം ഇനി ആപ്രൺ വാങ്ങിച്ചു കൊടുക്കണം. ഇവിടെ ഇങ്ങനെ കെട്ടുന്നൊരു സാധനമില്ലേ ആപ്രൺ, അത് വാങ്ങിച്ചാൽ നല്ല ശരിയാവും. എപ്പം നോക്കിയാലും ഇവിടെ തന്നെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. നടക്കട്ടെ. തുളസീദാസും ഹനുമാൻ ഈ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് നമ്മൾ മറ്റേ ഹിസ്റ്ററി സ്കൂളിലേക്ക് പോയി. മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ കാലത്ത് അക്ബറിൻ്റെ സാമ്രാജ്യം അതൊക്കെ പഠിച്ചിട്ടില്ലേ. മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ അനേകം ഹിന്ദുക്കൾ, അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ ഒരുപാട് ഹിന്ദുക്കൾ ഉന്നതമായ പദവികൾ അലങ്കരിച്ചിരുന്നു. അക്ബർ എന്ന് പറയുന്നത് മുസ്ലിം ആണല്ലോ, വേൾഡ് ഹിസ്റ്ററി. അപ്പം ആ അക്ബറിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ ഒരുപാട് ഹിന്ദുക്കൾ വലിയ ഉയർന്ന പദവികളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈന്ദവ അധികാരികളിൽ ഏറ്റവും സത്യസന്ധനും സമർത്ഥനുമായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആർക്കെങ്കിലും പേര് പറയാൻ പറ്റുമോ? ആര്? ബാബറോ? ആരാണ്? അക്ബർ ചക്രവർത്തിയുടെ രാജ്യസഭയിലെ അനേകം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നത്. അതിൽ ബാബർ, റീന മാതാജി പറയുന്നു, അതിൽ ആ ഒരു ഹൈന്ദവ അധികാരികളിൽ ഏറ്റവും സത്യസന്ധനും സമർത്ഥനുമായിരിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ബീർബൽ. ബീറൽ ആർക്കറിയാം? ആർക്കൊക്കെ അറിയാം? തുളസീദാസ്, ബീർബൽ, തുളസീദാസ്, ബീർബൽ. നെക്സ്റ്റ് ഓമനാമേ, ബീർബൽ, തുളസീദാസ്. 3 തരം തുളസീദാസ്. ഇനി ആരെങ്കിലും? മായാമാതാജി പറയുന്നു ബീർബൽ, റീന മാതാജി പറഞ്ഞു ബീർബലിൻ്റെ കഥകൾ, അഞ്ജു മാതാജി പറയുന്നു ഔറംഗസീബ്. ഔറംഗസീബ് ആരാണ്? സന്ധ്യ മാതാജി പറയുന്നു തുളസീദാസ്, സത്യ മാതാജി ബീർബൽ, റീന മാതാജി വായിച്ചിട്ടുണ്ട്
പ്രദീപ് കുമാർ പ്രഭു പറയുന്നു തുളസീദാസ്. പ്രസന്ന മാതാജി തുളസീദാസ്. പ്രഭ മാതാജി ബീർബൽ. ലില്ലി മാതാജി തുളസീദാസ്. കൃഷ്ണദാസ് പ്രഭു അമർ പറയൂ. ശ്രീകല മാതാജി തുളസീദാസ്. രാജേഷ് പ്രഭു ഹലോ മാതാജി. പത്മകുമാരി മാതാജി പറയുന്നു ബീർബൽ. ബീർബൽ എന്ന് ആരൊക്കെ പറയുന്നു? ബീർബൽ എന്ന് പറയുന്നവർ ആരൊക്കെയാണ്? അതിസമർത്ഥനാണ്, അതുപോലെ തന്നെ നല്ല സത്യസന്ധനായിരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഥാനം അലങ്കരിക്കുന്ന അത്രയും നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു ബീർബൽ എന്ന് പറയുന്നവർ. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ രാജേഷ് പ്രഭു പറയുന്നു ബീർബൽ. നമ്മളിത് ക്ലാസ് അല്ല കേട്ടോ, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ നല്ല നമ്മളെ കുടുംബങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഥ പറയുന്ന പോലെയുള്ള ഒരു സെഷനാണ്. ആരും ക്ലാസ് ആണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്ക് എന്ത് പൊട്ടത്തരവും വിട്ടിത്തരവും ഇവിടെ പരസ്പരം ഇരുന്ന് ഒരു വീട് പോലെ പറയാം. അറിയില്ല പ്രമീള മാതാജി അറിയില്ല. മഹേഷ് പ്രഭു പറയുന്നു ബീർബൽ. ലാലി മാതാജി പറയുന്നു തുളസീദാസ്. പ്രഭ മാതാജി പറയുന്നു ബീർബൽ. സുഭാഷ് പ്രഭു പറയൂ. അനിൽകുമാർ പ്രഭു പറയുന്നു തുളസി. ഭാരതിയമ്മേ. സുരേഷ് പ്രഭു പറയുന്നു തുളസീദാസ്. മഞ്ജു മാതാജി പറയുന്നു ബീർബൽ. പുഷ്പ മാതാജി ഹരേ കൃഷ്ണ. അമർ ആരോ എനിക്കറിഞ്ഞൂടാ, എൻ്റെ വീടിൻ്റെ അടുത്തൊന്നുമല്ല. പിന്നെ ബീർബൽ എന്ന് പറയുന്നവർ, ബീർബൽ ഒരു തരം, ബീർബൽ 2 തരം, ബീർബൽ 3 തരം. അയ്യോ നമ്മുടെ ക്ലാസ് പുറത്തുനിന്ന് മഞ്ചേരീസിൽ ഇല്ലാത്തവർ കണ്ടാൽ പറയും ഇവർ ഭയങ്കര ഇത് പറയാണ്, എന്താ പറയുക, കളിയും ചിരിയൊക്കെയാണ്, നല്ല സെഷനല്ല എന്നൊക്കെ പറയുമായിരിക്കും ചിലപ്പം. ഞങ്ങൾ കുറച്ചിങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് പോകുന്നത്. ഇല്ല കയ്യൊന്നും മാറ്റില്ല. കൃഷ്ണദാസ് പ്രഭു ബീർബൽ. സത്യമാതാജി ബീർബൽ. ഇല്ല ആർക്കും കാണിച്ചു തരില്ല. അജയ കുമാർ മാതാജി തുളസീദാസ്. ബീർബൽ എന്ന് പറയുന്നവര് ഭാരതിയമ്മ ബീർബൽ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഫേമസ് ആയ ആളുടെ പേരറിയില്ല എന്ന് വെച്ചാൽ എന്താ കഥ? ബീർബൽ എന്ന് പറയുന്നവര് പക്ഷെ ഏറ്റവും നല്ല സമർത്ഥനായിരിക്കുന്ന ആള് നമ്മൾ കുഞ്ഞിനാള് മുതൽ പഠിച്ചല്ലേ. ജ്യോതി മാതാജി പറയുന്നു തുളസീദാസ്. എന്നിട്ടും നന്നായില്ല. പറയട്ടെ നമ്മൾ അങ്ങനെയാണെന്ന് സത്യമില്ല അലി മാതാജി. നമ്മളിങ്ങനെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ടാ കഥ പഠിക്കുക. നമുക്കിങ്ങനെ ഭയങ്കര മസിൽ പിടുത്തവും ഭയങ്കര ഓവർ സെഷൻസും ഒന്നും എനിക്കിഷ്ടമല്ല. ഗീതാ മാതാജി പറയാം തോറ്റു മാതാജി പറയാന്ന്. ബീർബൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലേ? ഞാനിവിടെ എന്താ പറഞ്ഞത്? ഹൈന്ദവ അധികാരികളിൽ ഉയർന്ന സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. തുളസീദാസ് എന്ന് പറഞ്ഞവർ ആരൊക്കെയാണ്? ആഹാ സുഖം. ബീർബൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്. ഞാൻ പറഞ്ഞത് ഹൈന്ദവ അധികാരികൾ എന്നാണ് പറഞ്ഞത്. നമസ്തേ പ്രഭു. അപ്പോ ബീർബൽ അല്ല, പിന്നെ ആരാണ്? തുളസീദാസ് അല്ല, ആത്മാറാമാണ്. മുമ്പ് ഒരിക്കലും ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മാറാമാണ് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ ഏറ്റവും സത്യസന്ധനും സമർത്ഥനുമായിരിക്കുന്ന നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ മുഗൾ സാമ്രാജ്യ ഭരണകാലത്തിലെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഏറ്റവും അതിസമർത്ഥനായിരിക്കുന്ന സത്യസന്ധനായിരിക്കുന്ന അനേകം ഹൈന്ദവ ഭരണാധികാരികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? ആത്മാറാമാണ്. ആശ മാതാജി ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ, തോറ്റു. അപ്പം നമ്മുടെ സെഷൻസൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ ഭയങ്കര ഒരു ഡിവൈനിറ്റിയോടുകൂടി ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല. നമ്മളിങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് കളിയും ചിരിയായിട്ട് പോകുമ്പോഴാണ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ക്ലാസ്സാണ് എപ്പോഴും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയി വീട്ടിലെ ജോലിയൊക്കെ തീർന്ന് ഒരു 1 hour അത് നമുക്കിങ്ങനെ എന്താ പറയുക ഭക്തിയിലൂടെ എൻജോയ് ചെയ്യാം അല്ലേ. തോറ്റു ശ്രീകലാ മാതാജി, എല്ലാവരും തോറ്റു, ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ കേട്ടോ. അത് കാണിച്ചു കൊടുക്കാഞ്ഞിട്ടാണ്. കറക്റ്റ്. അപ്പോൾ ആത്മാറാം എന്ന് പറയുന്നത് രാജ്യഭരണ കാര്യങ്ങളിൽ അക്ബർ ചക്രവർത്തിയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളാണ്.
ഓക്കെ, ഇനി മറന്നു പോകരുത്. അദ്ദേഹം നല്ല ഒരു പരമഭക്തനുമായിരുന്നു, നല്ല ഒരു പണ്ഡിതനുമായിരുന്നു. ഓക്കെ, ചിന്താശീലനായിരുന്നു, അതുപോലെ പക്വമതിയായിരുന്നു, ദീർഘദർശിയുമായിരുന്നു ആത്മാറാം. അദ്ദേഹം നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതെ, നമ്മൾ ഭയങ്കര ചില്ലാണ്, കൂളാണ്. അപ്പം എന്താണ് ദുർഗാവതി ഡിഫീറ്റഡ് അക്ബർ? ആർക്കറിയാം, ഞങ്ങളിങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികളാണ്. ഞങ്ങളൊരു എൻസൈക്ലോപീഡിയ ഒന്നുമല്ല, പരസ്പരം കളിയും ചിരിയും തമാശയുമായി പഠിക്കുന്നവരാണ്. അപ്പോൾ നല്ല ദീർഘദർശിയായ ആത്മാറാവിനോട് അക്ബർ ചക്രവർത്തിക്ക് പ്രത്യേകം ഒരു സ്നേഹം ഉണ്ടായിരുന്നു, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ആത്മാറാമിന് തുളസിറാം എന്നൊരു മകനുണ്ടായിരുന്നു. എന്താണ്? ആത്മാറാമിന് തുളസിറാം എന്നൊരു മകനുണ്ടായിരുന്നു. ഓക്കെ, പുത്രനെ പ്രാണന് തുല്യം, അതായത് ജീവന് തുല്യം സ്നേഹിച്ച ആത്മാറാം തുളസിറാമിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തുളസീദാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, നല്ല അതീവ പാണ്ഡിത്യമുള്ള ഒരു കവിയായിരുന്നു അല്ലേ. ഭഗവാനെ കുറിച്ചൊക്കെ ഒത്തിരി എഴുതിയ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്നു ഒരു സൈഡ് ഫേസ് ആയിരുന്നു അല്ലേ. ഒരു സൈഡ് ഫേസിൽ ഇങ്ങനെ ഒരു നീണ്ട മൂക്കൊക്കെ ആയിട്ട് അങ്ങനെ എഴുതിയ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു പണ്ട് നമ്മൾ തുളസീദാസിനൊക്കെ കണ്ടത്. അപ്പോൾ ആത്മാറാമിൻ്റെ മകൻ്റെ പേരെന്താണ്? തുളസിറാം. അദ്ദേഹം വളരെ അധികം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ, മകൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പല ഭാഷകളിലും തുളസിറാമിന് അറിവുണ്ടായിരുന്നു. അച്ഛനോടൊപ്പം രാജധാനിയിലേക്ക് പോവുകയും കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും അവിടെയുള്ള ഔദ്യോഗികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ തുളസിറാം. യുവാവായപ്പോൾ തുളസിറാം കാര്യപ്രാപ്തനായപ്പോൾ, അതായത് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു കാളിദാസനല്ലെന്ന് തുളസിറാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആ ഒരു കാര്യപ്രാപ്തിയൊക്കെ വന്നപ്പം ഗുണവതിയായ മമതാ ദേവി എന്ന് പറയുന്ന കന്യകയെ, എന്താണ്? മമത എന്ന് പറയുന്ന ഒരു കന്യകയെ തുളസിറാമിനെ കൊണ്ട് ആത്മാറാം എന്ത് ചെയ്തു? കല്യാണം കഴിപ്പിച്ചു. ആത്മാറാമിൻ്റെ മകനാണ് ആര്? തുളസിറാം. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് മമതാ ദേവി എന്ന് പറയുന്ന ഒരു കന്യകയായിരുന്നു. തൻ്റെ ബാക്കിയുള്ള ജീവിതമൊക്കെ ഇനി ആത്മീയ ചിന്തയിലേക്ക് പോകണമെന്നായിരുന്നു ആത്മാറാം കരുതിയത്. മകനെയൊക്കെ കല്യാണം കഴിപ്പിച്ചു, ഇനി ആത്മീയ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തി പോകണമെന്നാണ് കരുതിയത്. കുടുംബകാര്യങ്ങളെല്ലാം നേരെ ആത്മാറാം എന്ത് ചെയ്തു? ആരെ ഏൽപ്പിച്ചു? മകനായിരിക്കുന്ന തുളസിറാമിനെ ഏൽപ്പിച്ചു. രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് അക്ബർ ചക്രവർത്തിയെ മുഖം കാണിച്ച് അദ്ദേഹം അനുവാദം തേടി. എന്തിനാണ്? ഇനി ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആത്മാറാം നൈമിഷാരണ്യത്തിലെത്തി. നൈമിഷാരണ്യത്തെക്കുറിച്ച് നമ്മൾ ഭാഗവതത്തിൻ്റെ ഫസ്റ്റ് സെഷനിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആരായിരുന്നു? പരീക്ഷിത്ത് മഹാരാജിൻ്റെ ആ ഒരു കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എവിടെ എത്തി? ആത്മാറാം നമ്മുടെ നൈമിഷാരണ്യത്തിലേക്ക് എത്തി. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഒരുപാട് യോഗി വര്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. നൈമിഷാരണ്യത്തിൽ ഇരുന്നിട്ട് ധ്യാനത്തിലും തപസ്സിലും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ചെന്നിട്ട് അവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് സന്യാസം വാങ്ങിച്ചു. ആര്? ആത്മാറാം. ആത്മാറാമിനോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ സൂക്ഷിച്ച നമ്മുടെ അക്ബർ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ആത്മാറാം അലങ്കരിച്ചിരുന്ന ആ പദവി ഓട്ടോമാറ്റിക്കലി ആർക്ക് കൊടുക്കും? മകനായിരിക്കുന്ന തുളസിറാമിന് കൊടുക്കും. അങ്ങനെ പണവും പദവിയും സമൃദ്ധമായ ജീവിതവും എല്ലാം കൂടി വന്നപ്പോൾ തുളസിറാമിനെ ആ സൗകര്യങ്ങളെല്ലാം കൂടെ വഴിതെറ്റിച്ചു. നോർമലി എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും കുറച്ച് പണം, സൗകര്യം, സാമ്പത്തികം, സ്ഥാനമാനങ്ങളൊക്കെ വരുമ്പം വഴിതെറ്റിപ്പോവും. ഇത് തന്നെ നമ്മുടെ ആത്മാറാമിൻ്റെ മകൻ തുളസിറാമിനും സംഭവിച്ചു. അസാൻമാർഗിക ജീവിതത്തിലേക്ക്, അതായത് തെറ്റായ ജീവിതത്തിലേക്ക് വീണ തുളസിറാം പലതരത്തിലുള്ള അധോലോക സഞ്ചാരികളായിരിക്കുന്ന സുഹൃത്തുക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ധാരാളം അനാശാസ്യ നടപടികളിലൊക്കെ തുളസിറാം പങ്കെടുത്തു. വഴിതെറ്റിപ്പോയി തീർത്തും. ചൂതാട്ട കേന്ദ്രങ്ങളിലും വേശ്യാലയങ്ങളിലൊക്കെ രാവും പകലും ഇല്ലാതെ ചുറ്റിക്കറങ്ങി നടന്ന് ഒരുപാട് പണവും ആരോഗ്യമൊക്കെ ഈ തുളസിറാം നശിപ്പിച്ചു. അയാൾ തൻ്റെ ആത്മാറാം എന്ന് പറയുന്ന അച്ഛനുണ്ടാക്കി വെച്ച സൽപ്പേരും എല്ലാം, നല്ല ഒരു പേരും പ്രശസ്തിയും എല്ലാം നശിപ്പിച്ച് ആകെപ്പാടെ മോശപ്പേരാക്കി എന്ന് വേണം പറയാൻ. അങ്ങനെ ഇരിക്കെ പുത്രൻ്റെ അസാൻമാർഗിക നടപടികൾ മറ്റുള്ളവർ മുഖാന്തരം ആരറിഞ്ഞു? നമ്മുടെ ആത്മാറാം അറിഞ്ഞു. മോനിങ്ങനെ വളരെ മോശമായിട്ടൊക്കെ നടക്കാൻ തുടങ്ങി എന്നുള്ളത് ആർക്ക് മനസ്സിലായി? നമ്മുടെ ആത്മാറാമിന് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് മനസ്സിലായി. വളരെ മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ
എന്താ ഉണ്ടാവുന്നത്? ഭയങ്കര വിഷമമായി ആത്മാറാമിന്. ഇങ്ങനെയൊക്കെ ആയല്ലോ എൻ്റെ മകൻ എന്നാലോചിച്ചിട്ട്. ആ അച്ഛൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. കഥ കേട്ട് ഉറങ്ങാൻ തോന്നി. ഉറങ്ങരുത്, ഇടയ്ക്ക് ചോദ്യം വരും. അപ്പോൾ ആ അച്ഛൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു, മകൻ വഴിതെറ്റിപ്പോയല്ലോ എന്നാലോചിച്ചിട്ട്. തപോവനത്തിൽ നിന്ന് നേരെ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛനായ ആത്മാറാമ് തപോവനത്തിൽ നിന്ന് നേരെ ഈ നാട്ടിലേക്കെത്തി. നാട്ടിലെത്തിയിട്ട് മകനെ വിളിച്ചിട്ട് ഒരുപാടങ്ങ് ഉപദേശിച്ചു. അക്ബർ ചക്രവർത്തിക്ക് നമ്മളുടെ കുടുംബത്തിനോടും നമ്മളോടൊക്കെ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് മോനെ. നീ അതൊന്നും നശിപ്പിക്കരുത്, അച്ഛനുണ്ടാക്കിയ പേരൊന്നും കളയരുത്, നീ വഴിതെറ്റിപ്പോയതൊക്കെ പോട്ടെ, അതെല്ലാം കളഞ്ഞിട്ട് നീ നല്ല ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ഉപദേശിച്ചു. പക്ഷേ പിതാവിൻ്റെ ഉപദേശങ്ങളൊന്നും ചെവിക്കൊള്ളാതിരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? തുളസിറാമിന് കഴിഞ്ഞില്ല. അച്ഛൻ പറയുന്നതെല്ലാം അനുസരിക്കണം എന്ന് ആർക്കുണ്ടായിരുന്നു? തുളസിറാമിനുണ്ടായിരുന്നു. കുറച്ചു കാലമൊക്കെ നല്ല മര്യാദക്കാരനായിട്ട് കൃത്യനിഷ്ഠയോടൊക്കെ പെരുമാറി ജോലിക്കൊക്കെ പോയി അങ്ങനെ നിന്നു തുളസിറാം. മകൻ്റെ മനസ്സ് മാറിയപ്പോൾ നമ്മുടെ ആത്മാറാമിന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം വീണ്ടും നല്ല മനസമാധാനത്തോടു കൂടി എൻ്റെ മോൻ ശരിയായി എന്നും ചിന്തിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം എവിടേക്ക് പോയി? തപോവനത്തിലേക്ക് പോയി. ആത്മാറാമിൻ്റെ മനസമാധാനം അധിക കാലം നീണ്ടു നിന്നില്ല. കാരണം എന്താ? വീണ്ടും ഈ തുളസിറാമിൻ്റെ പഴയ കൂട്ടുകാരെല്ലാം തുളസിറാമിനെ തേടി വന്ന് അവനെ പ്രലോഭിപ്പിച്ച് വീണ്ടും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി. മനസ്സ് സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം തുളസിറാമിൻ്റെ കാലും സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. കാരണം എന്താ? തെറ്റായ വഴിയിലൂടെ ഒക്കെ മനസ്സ് സഞ്ചരിച്ചപ്പം ആ വഴിയിലൂടെയൊക്കെ ഈ തുളസിറാമും സഞ്ചരിച്ചു. പ്രശസ്തി, പേര്, അഭിമാനം, ആരോഗ്യം ഇതെല്ലാം തുളസിറാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മളെല്ലാവരും ജീവിതത്തിൽ തെറ്റായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എന്താ പോവുക? ആദ്യം പേര് പോവും, പിന്നെ നമ്മളുണ്ടാക്കിയ പ്രശസ്തി പോവും, പണം പോവും, എല്ലാം പോവും, ഒപ്പം നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടും. സുഹൃതികൾക്കും സുശീലകൾക്കും ഒക്കെ അതൊരു ഭീഷണിയായി. കാരണം നല്ല മനുഷ്യർ പോലും ഈ തുളസിറാമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ കൊള്ളില്ല എന്നുള്ള ഭാവത്തിൽ മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി. നല്ല ശീലമുള്ള പെൺകുട്ടികൾ പോലും ഇവനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ശരിയല്ല, അയാൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വീട്ടിൻ്റെ അകത്ത് കയറാൻ തുടങ്ങി. മോൻ വീണ്ടും ഇങ്ങനെ മോശമായ വഴിക്ക് പോയി എന്നറിഞ്ഞ നമ്മുടെ ആത്മാറാമിന് വീണ്ടും വിഷമമായി. എന്താ ഇവനെ ഞാൻ നാട്ടിൽ പോയി ഉപദേശിച്ചിട്ട് ഇവൻ നന്നായില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിച്ചു. അവന് നല്ല മനസ്സും ബുദ്ധിയും കൊടുക്കണേന്ന് ഈശ്വരനോട് ആത്മാറാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തളർന്നു പോയി. ആർക്ക്? ആത്മാറാമിന്. കാരണം മോൻ അത്രയും മോശം വഴിക്ക് പോകാൻ തുടങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും 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 ആത്മാറാം വന്നിട്ട് തുളസിറാമിനെ ഉപദേശിച്ചു. അപ്പോൾ ആത്മാറാം കൊടുത്ത അമിതമായിരിക്കുന്ന വാത്സല്യവും സ്വാതന്ത്ര്യവുമാണ് എന്ത്? തുളസിറാമിനെ വഴി തെറ്റിച്ചതെന്ന് ആത്മാറാം തിരിച്ചറിഞ്ഞു. അമിതമായ വാത്സല്യം കൊടുത്തു, അമിതമായ സ്വാതന്ത്ര്യം കുട്ടിക്ക് കൊടുത്തു. അത് തന്നെയാണ് തുളസിറാമിനെ വഴി തെറ്റിച്ചതെന്ന് ആത്മാറാം എന്ന് പറയുന്ന അച്ഛൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, ഒന്നാണെങ്കിൽ ഒലയ്ക്കൊക്കെ അടിക്കണമെന്നല്ലേ. നമ്മളൊരിക്കലും നമ്മളെ മക്കൾക്ക് അമിതമായ വാത്സല്യവും കൊടുക്കരുത്, അമിതമായ സ്നേഹവും കൊടുക്കരുത്, സ്വാതന്ത്ര്യവും കൊടുക്കരുത്. അവരെ എപ്പോഴും നമ്മളെ കയ്യിലൊരു കൺട്രോൾ ഉണ്ടാവണം, എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റൂ. ഇപ്പോഴും എൻ്റെ അച്ഛനൊക്കെ ഞാൻ ഒരു വട്ടം വിളിച്ച് ഫോൺ എടുത്തില്ലേ, രണ്ടാമത്തെ വട്ടത്തിന് ഞാൻ ഇവിടെ ഫ്ലാറ്റിലാണെങ്കിൽ ഇവിടെ തേടി വരും. പിന്നെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ പാരൻസിനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവണം. അവരെ കയ്യിൽ നമ്മളെ കൺട്രോൾ അവരെ കയ്യിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഉപദേശം നമ്മൾ അവസാന കാലം വരെ നമ്മളത് സ്വീകരിക്കാൻ പഠിക്കണം. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ അമിത സ്വാതന്ത്ര്യമാണ് ആര് കൊടുത്തത്? ആത്മാറാം കൊടുത്തിരിക്കുന്നത്. ആർക്ക്? തുളസിറാം എന്ന് പറയുന്ന മകന്. അത് തന്നെയാണ് ഈ തുളസിറാമിനെ ഇവിടെ വഴിതെറ്റിച്ചിരിക്കുന്നത്. ഏതായാലും മകനെ ഇനി ഇവിടെ നഗരത്തിൽ താമസിപ്പിക്കുന്നത് ശരിയല്ല, അവൻ അവിടെ താമസിച്ചത് കൊണ്ടാണ് ഇതുപോലെ ആവുന്നത് എന്ന് ആത്മാറാം മനസ്സിലാക്കി. സ്ഥലം മാറി താമസിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ വിട്ടിട്ട് പോകും, അപ്പം അവൻ നന്നാവാൻ ചാൻസ് ഉണ്ടെന്ന് അച്ഛനായ ആത്മാറാം ചിന്തിച്ചു. അങ്ങനെ ആ ഒരു അകൽച്ച ചിലപ്പം തുളസിറാമിനെ നല്ല വഴിക്ക് കൊണ്ടുവന്നേക്കാം എന്നാലോചിച്ച് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത ആത്മാറാം എന്തു ചെയ്തു? രാജ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് കണ്ടുപിടിച്ച് തുളസിറാമിനെയും ഭാര്യനെയും ഡൽഹിയിൽ നിന്ന് രാജ്പൂരിലേക്ക് മാറ്റി താമസിപ്പിച്ചു. അവർ ഡൽഹിയിലായിരുന്നല്ലോ. അക്ബറിൻ്റെ കൊട്ടാരം കണ്ടിട്ടില്ലേ, റെഡ് ഫോർട്ട്?
അപ്പോൾ അവിടുന്ന് നേരെ ഈ തുളസിറാമിനെയും ഭാര്യനെയും രാജ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരെ മാറ്റി താമസിപ്പിച്ചു. മകനെ ഒരുപാട് ഗുണദോഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ആത്മാറാം പറഞ്ഞു, ഇനി നീ പഴയ ലൈഫിൽ പോവരുത്, ഇപ്പം നിൻ്റെ കൂടെ ഒരു കുടുംബമുണ്ട്, നീ അപ്പം മാന്യമായിട്ട് ജീവിക്കണം, ഇനി നീ ഡൽഹിക്ക് പോണ്ട എന്നൊക്കെ പറഞ്ഞ് രാജ്പൂരിൽ താമസിപ്പിച്ചിട്ട് എന്താ ഉണ്ടായത്, വീണ്ടും ആത്മാറാം തപോവനത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ രാജ്പൂരിൽ താമസിച്ച ശേഷം നമ്മുടെ തുളസിറാം തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ പുറത്ത് വന്ന് അങ്ങനെ ഈ തുളസിറാമിന് അപ്പം മുതലാണ് ഭാര്യയോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ഗുണദോഷിക്കാനൊക്കെ നല്ല ഇതുള്ള സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ തുളസിറാമിൻ്റെ ഭാര്യയായ മമതാദേവി. ഈ മമതാദേവി ഒരുപാട് തരത്തിലൊക്കെ ഈ ആത്മാറാമിനെ ഉപദേശിച്ച് നല്ല ഉപദേശങ്ങളെല്ലാം കൊടുത്ത് നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും കാമപ്രാന്ത് പിടിച്ചൊരു സ്വഭാവമായിരുന്നു ആർക്ക്, തുളസിറാമിന്. ഈ തുളസിറാം എന്താ ചെയ്യുന്നത്, ഒരു ജോലിക്കും പോകാതെ വീട്ടിനുള്ളിൽ തന്നെ അടഞ്ഞു കിടക്കാൻ തുടങ്ങി. മാസങ്ങൾ ഒരുപാട് കടന്നുപോയി. തുളസിറാമിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഒരുപാട് നാളായി തുളസിറാം ജോലിക്ക് വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അച്ഛനായ, അതായത് തുളസിറാമിൻ്റെ അച്ഛനായിരിക്കുന്ന ആത്മാറാമിനോടുള്ള ബഹുമാനം കൊണ്ട് എന്താണ് ആത്മാറാമിൻ്റെ മകനായിരിക്കുന്ന തുളസിറാമിന് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് അക്ബർ ചക്രവർത്തി നേരിട്ട് ഡൽഹിയിൽ നിന്ന് എവിടെ വന്നു, രാജ്പൂരിലേക്ക് വന്നു. ഇതുവരെ മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? അങ്ങനെ രാജ്പൂരിലെത്തിയ നമ്മുടെ അക്ബർ ചക്രവർത്തി തുളസിറാമിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഭടന്മാരോട് പറഞ്ഞു. അങ്ങനെ തന്നെ അന്വേഷിച്ചിട്ട് സർവാരാധ്യനായിരിക്കുന്ന, എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന അക്ബർ ചക്രവർത്തി വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പം തുളസിറാമിന് അങ്ങോട്ട് എന്താ പറയുക, വലിയൊരു അഭിമാനമൊക്കെയാണ് തോന്നേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് അത്ര വലിയ അഭിമാനമൊന്നും തോന്നിയില്ല. ഭാര്യയെ പിരിഞ്ഞിനിപ്പം ഒരുപാട് നാൾ ഡൽഹിയിൽ താമസിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ചാണ് ഈ തുളസിറാം ദുഃഖിക്കുന്നത്. അപ്പം താൻ സ്ഥലത്തിൽ നിന്ന് രാജഭടന്മാരോട് പറയാൻ ഭാര്യയോട് പറഞ്ഞു, മമത, അവർ ഭടന്മാർ വരുവാണെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാനിവിടെ സ്ഥലത്തില്ല, ഞാൻ പുറത്തെവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ഭാര്യയെ പിരിയാൻ വയ്യ തുളസിറാമിന്. പക്ഷേ നല്ല കുടുംബിനിയായിരുന്നു ആര്, നമ്മുടെ മമതാദേവി പറഞ്ഞു, ഇല്ല, ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. അന്വേഷിച്ച് വന്നിരിക്കുന്നത് അക്ബർ ചക്രവർത്തിയാണ്, അദ്ദേഹത്തിനോട് കള്ളം പറയാമെന്ന് പറയുന്നത് അത് മഹാപാപമാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മമതാദേവി തുളസിറാമിൻ്റെ കാലിൽ വീണിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചു. ഞാനത് പറയില്ല, എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല, നിങ്ങൾ ജോലിക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ തുളസിറാമിൻ്റെ കാല് പിടിച്ചു. മമതാദേവിയുടെ ആ ഒരു പ്രഷർ, സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നമ്മുടെ തുളസിറാം മനസ്സോടെ അക്ബർ ചക്രവർത്തിയുടെ കൂടെ ഡൽഹിയിലോട്ട് പുറപ്പെട്ടു. തുളസിറാമിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അക്ബർ ചക്രവർത്തി എന്ത് ചെയ്ത്, തന്നോടൊപ്പം അക്ബർ ചക്രവർത്തി തുളസിറാമിനെ ഡൽഹിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അസ്വസ്ഥനായ തുളസിറാം പോകുന്നത് ഇഷ്ടമില്ലല്ലോ, മനസ്സൊക്കെ വളരെ അപ്സെറ്റായി. അങ്ങനെ ഇഷ്ടമില്ലാതെ പോയ തുളസിറാം എന്ത് ചെയ്ത്, എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു വഴിപാട് നടത്തുന്നത് പോലെ ചെന്നിട്ട് 1-2 ദിവസമൊക്കെ ഒന്ന് നിന്നു. പക്ഷെ വീണ്ടും ആ അശ്രദ്ധയില്ലാതെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. ഡൽഹിയിൽ താമസിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും തുളസിറാമിന് ഇഷ്ടമില്ല. അയാളുടെ മനസ്സ് മുഴുവൻ രാജ്പൂരിലുള്ള ഭാര്യയിലാണ്. ഭാര്യ ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒരു ദിവസം വൈകുന്നേരം തുളസിറാം എന്ത് ചെയ്ത്, അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് വന്നിട്ട് വീട്ടിൽ അമ്മയും ഭാര്യയും മാത്രമേ ഉള്ളൂ, രോഗിയായ അമ്മയോട് യാത്ര പോലും ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അമ്മയും ഭാര്യനെയും വിട്ടിട്ട് എനിക്ക് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ അവരെ ചെന്ന് കണ്ടിട്ട് ഉടനെ ഞാൻ വേഗം ഇങ്ങോട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അക്ബർ ചക്രവർത്തിയോട് അനുവാദവും മേടിച്ചിട്ട് ഈ തുളസിറാം നേരെ എവിടേക്ക് പോയി, എങ്ങോട്ട് പോയി, തുളസിറാം എങ്ങോട്ട് പോയി? വിഷ്ണു പറയുന്നു ജയിലിലേക്കെന്ന്, ദിവ്യ പറയുന്നു കൊട്ടാരത്തിലേക്കെന്ന്. എൻ്റെ തൊട്ടടുത്തിരുന്ന് കഥ കേൾക്കുന്ന ആൾക്കാരാ. എങ്ങോട്ട് പോയി തുളസിറാം? രാജ്പൂരിലേക്ക് പോയി. ഡൽഹിയിൽ നിന്ന് അക്ബർ ചക്രവർത്തിയോട് അനുവാദവും മേടിച്ച് രാജ്പൂരിലുള്ള ഭാര്യയെയും അമ്മയെയും കാണണമെന്നും പറഞ്ഞിട്ട് നേരെ തുളസിറാം എവിടേക്ക് പോയി, ഭാര്യയുടെ അടുത്തേക്ക് രാജ്പൂരിലേക്ക് പോയി.
ഒരു കുതിരവണ്ടിയിൽ കയറിയിട്ട് തുളസിറാം പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് രാജ്പൂരിലേക്ക് യാത്ര തിരിച്ചു. രാജ്പൂരിൽ പെട്ടെന്ന് എത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുതിരവണ്ടിക്ക് സ്പീഡ് പോരാന്നാണ് ഈ പറയുന്ന തുളസിറാമിന് തോന്നുന്നത്. ഉറങ്ങാതെ വേഗം വണ്ടി ഓടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കുതിരവണ്ടിക്കാരനെ ഈ തുളസിറാം ഒരുപാട് ചീത്ത പറഞ്ഞു. കുതിരയുടെ വാലിൽ പിടിച്ചു മുരുക്കിയ വണ്ടിക്കാരൻ ചാട്ട കൊണ്ട് ആ മൃഗത്തെ ഒരുപാട് തല്ലി. വേദന കൊണ്ട് മരണവെപ്രാളത്തോടു കൂടിയാണ് ഈ കുതിര ഓടിക്കൊണ്ടിരിക്കുന്നത്. നേരം സന്ധ്യ കഴിഞ്ഞു. വഴി മുഴുവൻ ഇരുട്ടായി. പെട്ടെന്ന് ആകാശം മുഴുവൻ മേഘം വന്ന് നിറഞ്ഞു. കൊള്ളിയാനൊക്കെ ഇങ്ങനെ മിന്നി. ഇടിമുഴക്കങ്ങൾ ഇങ്ങനെ കേൾക്കണം. പെരുമഴ പെയ്തു. കൊടുങ്കാറ്റങ്ങ് ആഞ്ഞു വീശി. വണ്ടിയും വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് വിഷമിച്ച് കുതിര ഒരു സ്ഥലത്ത് അങ്ങ് ചുരുണ്ട് കൂടിക്കിടന്നു. വണ്ടിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയ തുളസിറാമിന് ദേഷ്യം വന്നിട്ട് വണ്ടിക്കാരനെ അങ്ങ് ചൊറ ചീത്ത വിളിച്ചു. എന്താ പറയുക, ആ ഒരു മനസ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മളെ മനസ്സ് വഴിതെറ്റിപ്പോയ ഒരാളുടെ സ്വഭാവം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഈ തുളസിറാം കാണിക്കാൻ തുടങ്ങി. മോഹം കൊണ്ട് മൂഢനായി തീർന്നു. ഇത് കാമാസക്തി കൊണ്ട് മൂഢനായി തീർന്ന എന്താ പറയുക വൈഫിൻ്റെ അടുത്ത് പോയി. അപ്പം മോഹം കൊണ്ട് മൂഢനായി തീർന്ന തുളസിറാം മിണ്ടാപ്രാണിയായ ആ കുതിര ഒരുപാട് കിടന്നങ്ങോട്ട് പ്രാഗി. ഇനിയും കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ തുളസിറാം എന്ത് ചെയ്ത്, ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞ പോലെ പെയ്യുന്ന മഴയും എല്ലാം ഇടിയും മിന്നലും എല്ലാം കൊണ്ട് കൊടുങ്കാറ്റും ഒന്നും വകവയ്ക്കാതെ നേരെ രാജ്പൂരിലെത്തിയിട്ട് മമതാദേവി എന്ന് പറയുന്ന ഭാര്യയെ കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ ഈ തുളസിറാം ആ വഴിയിലൂടെ ഓടാൻ തുടങ്ങി. പരമഭക്തനായിരിക്കുന്ന ആത്മാറാമിൻ്റെ പണ്ഡിതനായ മകൻ, ഒന്ന് ആലോചിച്ച് നോക്കണം, പരമഭക്തനായിരിക്കുന്ന ആത്മാറാമിൻ്റെ പണ്ഡിതനായ മകൻ ചെയ്യുന്ന സ്വഭാവമാണിതൊക്കെ. പ്രകൃതിക്ഷോഭത്തെ പോലും വകവയ്ക്കാതെ ഇങ്ങനെ കുതിച്ചോടുകയാണ് ഇയാൾ. അത് അയാളുടെ ജീവിതത്തിലെ മറ്റൊരു അധ്യായത്തിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു. താൻ വെട്ടിപ്പിടിച്ചെടുക്കേണ്ട പരമോന്നത ഭക്തിപ്രസ്ഥാനത്തിലേക്കുള്ള തുളസിറാമിൻ്റെ പ്രാരംഭയാത്ര. വില്ലുമംഗലത്തെ പോലെ. അത് ഇടിവെട്ടി മഴ പെയ്തു അന്നേ ദിവസം. എന്നിട്ടോ കൊള്ളിയാനങ്ങ് മിന്നി കൊടുങ്കാറ്റൊക്കെ വീശി തുളസിറാം പേടിച്ചതേയില്ല. ഒന്നും ആലോചിക്കാതെ ഒന്നും വകവയ്ക്കാതെ തുളസിറാം ഓടാൻ തുടങ്ങി. ആ മഴയത്ത് രാത്രി ഓടിക്കെതച്ച് വീട്ടിലെത്തിയ തുളസിറാം ഭാര്യയെ അന്വേഷിക്കുകയാണ്. അവൾ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് തുളസിറാമിൻ്റെ അമ്മ പറഞ്ഞു. അവൾ ഇവിടെ ഇല്ല, അവൾ വീട്ടിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു. രാത്രിയുടെ 2-ാം യാമത്തിൽ തുളസിറാം എന്ത് ചെയ്തു, കാറ്റും മഴയും ഇടിയും മിന്നലും ഒന്നും വകവയ്ക്കാതെ ഭാര്യ വീട്ടിലേക്ക് ഓടി. മകനെ പിന്നിൽ നിന്ന് മാതാവ് വിളിച്ചു, മോനെ ഈ രാത്രി പോവല്ലേ, നല്ല മഴയാണ്, നീ വരൂ എന്ന് പറഞ്ഞു. അതൊന്നും കേട്ടില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ എന്ത് ചെയ്ത്, ഓടി യമുനാ നദിയുടെ തീരത്തെത്തി. പെരുമഴയത്ത് യമുനാ നദി കരകവിഞ്ഞൊഴുകാണ്. അപ്പോൾ യമുനാ നദിയുടെ മറുകരയിലാണ് മമതാദേവിയുടെ വീട്. അക്കരെ പറ്റുന്നതിന് തോണിയൊന്നുമില്ല. യമുനാ നദിയുടെ ഇത് നദി കടക്കണ്ടേ, പക്ഷേ തോണി പോലും ഇല്ല. തുളസിറാം മടിച്ചു നിന്നില്ല. എന്ത് ചെയ്തു, ഉടുവസ്ത്രം മുറുക്കി അങ്ങ് ഉടുത്തിട്ട് നദിയിലേക്ക് അങ്ങ് ഇറങ്ങി. മറുകരയെ ലക്ഷ്യമാക്കി അങ്ങ് നീന്താൻ തുടങ്ങി തുളസിറാം. നദിയുടെ മൊത്തം വിസ്താരണത്തിൻ്റെ ഒരു 1/4 ഭാഗമെങ്കിലും നീന്തിയപ്പോൾ മിന്നലിൻ്റെ നേരിയൊരു പ്രകാശത്തിൽ ഒരു തടി ഇങ്ങനെ ഒഴുകി വരുന്നത് ഈ തുളസിറാം കണ്ടു. വെള്ളത്തിലൂടെ ഒരു തടി ഇങ്ങനെ ഒഴുകി വരുന്നു. ആ തടിയിൽ കടന്ന് പിടിച്ച തുളസിറാം അതിൽ കയറിയിരുന്നിട്ട് കൈ കൊണ്ടിങ്ങനെ തുഴയാൻ തുടങ്ങി. തുഴഞ്ഞ് എവിടെ എത്തി, നദിയുടെ അപ്പുറത്തെ കരയിലെത്തി. വീണ്ടും അപ്പോൾ ഒരു മിന്നൽ വന്നു. ആ പ്രകാശത്തിലാണ് അയാൾ കയറിയിരുന്നത് ഒരു തടി ആയിരുന്നില്ല. പിന്നെയോ അയാൾ കയറിയിരുന്നത് ഒരു തടിക്കഷ്ണത്തിലായിരുന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നത്. ഇവർ പറയുന്നു മുതലയാണെന്ന്. നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? എനി സജഷൻസ്? നമ്മുടെ തുളസിറാം കണ്ടത് ഒരു മൃതശരീരമായിരുന്നു. അപ്പോൾ പെരുമ്പാമ്പല്ല, മൃതദേഹം.
തുളസിറാം മനസ്സിലാക്കി ഞാൻ കയറിയിരുന്നത് എന്തിലായിരുന്നില്ല, ഒരു തടിക്കഷ്ണമായിരുന്നില്ല, ഒരു മൃതദേഹമാണെന്ന്. പക്ഷെ അയാൾ പേടിച്ചില്ല, അയാൾക്കൊരു പശ്ചാത്താപവും തോന്നിയില്ല. അയാൾ നേരെ എന്ത് ചെയ്തു, ഭാര്യ വീട് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഭാര്യ വീട്ടിലെത്തിയ തുളസിറാം വീടിൻ്റെ കതകുകളിൽ അങ്ങ് മുട്ടാൻ തുടങ്ങി. തുറക്കുന്നില്ല. എല്ലാ കതകുകളും കൊട്ടിയടച്ച് ഇങ്ങനെ പൂട്ടിട്ടിരിക്കുകയാണ്. അയാൾ ഉറക്കെ വിളിച്ചു, ആരും വിളി കേട്ടില്ല. പേമാരിയുടെ ഇരമ്പലിൽപ്പെട്ട് അമർന്നു പോയ അയാളുടെ ശബ്ദം ഉറങ്ങുന്നത് വരെ, എല്ലാവരും ഉറങ്ങുന്ന ആൾക്കാരെ വരെ എണീറ്റു. പക്ഷെ ആ വീട് തുറന്നില്ല. വീടിന് ചുറ്റും ഓടി നടന്ന തുളസിറാം വീട്ടിനുള്ളിലേക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി. വീടിൻ്റെ ബാക്കിലുള്ള ഒരു ഭിത്തിയിൽ അള്ളി പിടിച്ച് പൊക്കത്തിൽ കയറി അകത്തേക്ക് കയറാമെന്ന് തുളസിറാം വിചാരിച്ചു. പെട്ടെന്നൊരു മിന്നൽ വന്നു. അതാ ഒരു കയറ്, തന്നെ സഹായിക്കാൻ വേണ്ടി തൂങ്ങിക്കിടക്കുന്നത് പോലെ ഒരു കയറ് കിടക്കുന്നു. ആ കയറിൽ പിടിച്ച് തുളസിറാം ഒരു വിധത്തിൽ വീട്ടിലേക്ക് ചാടിയിറങ്ങി. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല വീട്ടിൻ്റെ അകത്ത്. അയാൾ വെപ്രാളത്തോടെ ഭാര്യയെ വിളിച്ചു. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു ആര്? മമതാദേവിയും ബന്ധുക്കളൊക്കെ. അയ്യോ, കള്ളൻ കള്ളൻ എന്നങ്ങട് ഒച്ചത്തിൽ അങ്ങ് നിലവിളിച്ചു. ഞാൻ കള്ളനല്ല, തുളസിറാമാണ് എന്ന് തുളസിറാം അങ്ങ് പറഞ്ഞു. അങ്ങനെ മമതാദേവിയും കുടുംബക്കാരും തുളസിറാമാണെന്ന് തിരിച്ചറിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. മഴയിൽ നനഞ്ഞു വന്ന് വിറച്ചു നിൽക്കുന്ന തുളസിറാമിനെ കണ്ട് അവരങ്ങ് അമ്പരന്നു പോയി. എങ്ങനെയാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നത്? മമതാദേവി ആശ്ചര്യത്തോടെ ചോദിച്ചു. വീടിൻ്റെ പിൻഭാഗത്ത് ഉറപ്പുള്ള ഒരു കയറുണ്ട്, ഞാൻ ആ കയറിൽ തൂങ്ങിപ്പിടിച്ചാണ് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ കയറോ? തുളസിറാമിൻ്റെ സംസാരം കേട്ടിട്ട് നമ്മുടെ മമതാദേവി ആകെപ്പാടെ ഇതായി. ഏത് കയറ്? ഞങ്ങൾ അങ്ങനെ ഒരു കയറൊന്നും അവിടെ കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ വിളക്കും കൊണ്ട് അവിടെ ബാക്കിൽ ചെന്ന് നോക്കിയപ്പോൾ അവരറിയാതെ അങ്ങോട്ടേക്ക് പേടിച്ചു പോയി. കാരണം എന്താ? അത് കയറല്ല, അതൊരു മലമ്പാമ്പായിരുന്നു. ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് തുളസിറാമിൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോഴത്തേക്കും മമതാദേവിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വന്നു. കോരിച്ചൊരിയുന്ന മഴയും കൊടുങ്കാറ്റും ഒന്നും വകവയ്ക്കാതെ യമുനാ നദി നീന്തിക്കടന്ന് എൻ്റെ ഭർത്താവ് ഈ സമയം ഇവിടെ എത്തിയിരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെയോ നശ്വരമായിരിക്കുന്ന തൻ്റെ ശരീരത്തോടുള്ള ഒടുങ്ങാത്ത ഒരു കാമം കൊണ്ടാണെന്നാണ് ആര് പറയുന്നത്? ഈ മമതാദേവി പറഞ്ഞത്. വിവരവും വിദ്യാഭ്യാസമുള്ള തുളസിറാം വെറും തരംതാണ ആശയങ്ങൾക്ക് അടിമയായി ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ സദ്ഗുണസമ്പന്നയായിരിക്കുന്ന മമതാദേവി ഒരുപാട് വിഷമിച്ചു. എന്തൊരു മൂഢ ചിന്താഗതിയാണ് ഇയാൾക്കെന്ന് ഓർത്തിട്ട് അവളുടെ ആ ഒരു ഹൃദയത്തിൽ ഭയങ്കര വിഷമം വന്നു. ആ വിഷമം കൊണ്ട് കഠിനമായ വാക്കുകളോടെയാണ് ഈ ഭാര്യയായ മമതാദേവി ഭർത്താവായ തുളസിറാമിനോട് ബഹളം ഉണ്ടാക്കി. വേദപുരാണങ്ങളും ശാസ്ത്രങ്ങളും വിധിപ്രകാരം പഠിച്ചിട്ടുള്ള അങ്ങ് കേവലമായിരിക്കുന്ന ഒരു കാട്ടാളനെ പോലെ വീണ്ടും വിചാരം ലെവലേശം ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പറയാണ്, കണ്ണുകളെ പോലും ഇരുട്ടാക്കുന്ന ഇടിമിന്നലും കോരിച്ചൊരിയുന്ന ഈ മഴയും വൃക്ഷങ്ങളൊക്കെ വേരോടെ മറിച്ചിടുന്ന ഈ കൊടുങ്കാറ്റൊന്നും വകവയ്ക്കാതെ കരകവിഞ്ഞൊഴുകുന്ന യമുനാ നദി നീന്തിക്കടന്നിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. വാത്സല്യനിധികളായ മാതാപിതാക്കന്മാരെ കാണാൻ വേണ്ടിയാണെങ്കിൽ അത് അങ്ങനെയെങ്കിലും വിചാരിക്കാം, ത്യാഗ മനോഭാവമാണെന്നെങ്കിലും വിചാരിക്കാം. ആപത്തിൽപ്പെട്ട് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ജീവകാരുണ്യ പ്രവൃത്തിയാണെന്ന് ചിന്തിക്കാം, നല്ലൊരു സത്പ്രവൃത്തിയാണെന്ന് ചിന്തിക്കാം. കഷ്ടം, നശ്വരമായിരിക്കുന്ന എൻ്റെ ഈ ശരീരം ആസ്വദിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സാഹസ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണമാണ് നിങ്ങളോട് തോന്നുന്നത്. കാമം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ജീവിത ലക്ഷ്യമായി കരുതുന്ന കാമമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഭാര്യയായിരിക്കുന്ന ഞാൻ ഒരു ഗുണമില്ലാത്ത സ്ത്രീയാണ്. അങ്ങനെ ജീവിക്കുന്നതിൽ എനിക്ക് അറപ്പാണ് എൻ്റെ ശരീരത്തിനോട് തോന്നുന്നത്. മനുഷ്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈശ്വരൻ അരുളിയിട്ട് പ്രദാനം ചെയ്യുന്ന ഈ ശരീരവും ഈ ആത്മാവും ഒക്കെ നാടിനും വീടിനും വേണ്ടി കഴിയുന്നത്ര സഹായം ചെയ്ത് ഈശ്വരാരാധനയിലൂടെ ആശ്വാസം കണ്ടെത്തി ജീവിച്ച് മറ്റുള്ളവരെയൊക്കെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാലം തുളസിറാമിൻ്റെ ഈ ഒരു അധോലോക സഞ്ചാരങ്ങളെക്കുറിച്ചിട്ട് ഒരക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി എനിക്കിത് പറയാതിരിക്കാൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട്
തുളസിറാമിൻ്റെ ഭാര്യയായ മമതാദേവി അങ്ങ് പൊട്ടിത്തെറിച്ചു. അവളുടെ വാക്കുകളെല്ലാം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന തുളസിറാം മനോവിഭ്രാന്തി വന്നതുപോലെ ഇങ്ങനെ ദൂരേക്കിങ്ങനെ നോക്കി നിശ്ചലനായി നിൽക്കുകയാണ്, ഒന്നും പറയാതെ. കുറേ സമയം കഴിഞ്ഞു. ആഹാരം കഴിക്കാനും കിടക്കാനും ഒക്കെ തുളസിറാമിൻ്റെ ഭാര്യയായ മമതാദേവി തുളസിറാമിനെ നിർബന്ധിച്ചു. പക്ഷെ അയാൾ പ്രതികരിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നുമില്ല. ചിന്തയോടുകൂടി ഒരു ദൃഷ്ടി പോലും അനക്കാതെ അയാളിങ്ങനെ ഒരു യോഗനിഷ്ഠയിൽ ഇരിക്കുന്നത് പോലെ അനങ്ങാതെ ദൂരേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും പ്രതികരിക്കുന്നില്ല. മമതാദേവിക്ക് ആ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ പേടി തോന്നി. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്നറിയാണ്ട് പല പ്രാവശ്യം തുളസിറാമിനെ വിളിച്ചു. പക്ഷെ അയാൾ വിളി കേൾക്കുന്നില്ല. മമതാദേവി ഭർത്താവിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സ്പർശിച്ചു നോക്കി, തൊട്ടു നോക്കി. പക്ഷേ ആ തൊടലൊന്നും ഈ തുളസിറാം അറിയുന്നില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ആ നിലയിൽ എത്ര സമയം ഇരിക്കുമെന്നോ ഇരുന്നെന്നോ ആർക്കും പറയാൻ പറ്റുന്നില്ല. ഭർത്താവിനെ പിരിയാതെ ഈ മമതാദേവിയും തുളസിറാമിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു. കാരണം ഇയാൾ അനങ്ങുന്നില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരെയുള്ള വീട്ടിൽ നിന്ന് ഇങ്ങനെ രാവിലത്തെ മണിനാദമൊക്കെ ഇങ്ങനെ ഉയർന്നു. അമ്പലമണികളുടെ ശബ്ദമൊക്കെ വന്നു. ഓങ്കാരനാഥ ബ്രഹ്മത്തിൻ്റെ ആ ഒരു പ്രണവ മന്ത്രാക്ഷര മഹത്വങ്ങളെല്ലാം ഇങ്ങനെ ഉയരാൻ തുടങ്ങി. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഇങ്ങനെ തുളസിറാമിൻ്റെ നാവിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു മന്ത്രാക്ഷരം വരാൻ തുടങ്ങി. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ എന്നിങ്ങനെ തനിയെ അദ്ദേഹം ജപിക്കാൻ തുടങ്ങി. മമതാദേവി എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. പക്ഷേ ഗാർഹിക ബന്ധങ്ങളും സുഖാദികളും എല്ലാം മറന്നു കഴിഞ്ഞു പോയി. തുളസിറാം ആ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം മറന്നുപോയി. എന്നിട്ടോ തുളസിരാമദാസൻ ഹരേ രാമ സീതാരാമ രഘുരാമ ദശരഥരാമ കോദണ്ഡരാമ എന്ന് ജപിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് തുളസിറാം ഇറങ്ങി. വെളിച്ചം തേടി ഇരുട്ടിൽ കൂടിയുള്ള തൻ്റെ ആത്മീയ യാത്ര തുളസീദാസൻ ആരംഭിച്ചു. കാശിയിലെത്തിയ തുളസീദാസ് ഊണും ഉറക്കവും ഇല്ലാതെ രാഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനാമ ചിന്തയോടുകൂടി മഹാക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ചു. പെട്ടെന്നുണ്ടായ തുളസീദാസിൻ്റെ ആ ഒരു മനപരിവർത്തനം, അതായത് മനസ്സിൻ്റെ ആ ഒരു മാറ്റത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയൊക്കെ വനത്തിൽ പോയിട്ട് ആത്മാറാമിനെ കണ്ടു. തുളസിറാമിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. ഈ തുളസിറാമിൻ്റെ അച്ഛനായിരിക്കുന്ന ആത്മാറാമിൻ്റെ അടുത്ത് തുളസിറാമിൻ്റെ അമ്മയും ഭാര്യയും ചെന്ന് കണ്ടു. എന്നിട്ട് കണ്ണീരോടുകൂടി പറഞ്ഞു, മോനിങ്ങനെ പെട്ടെന്ന് ഇതുപോലെ മാറിപ്പോയി എന്ന് പറഞ്ഞു. കാശിയിലെത്തി ആത്മാറാം മകനെ കണ്ടു, തുളസിറാമിനെ കണ്ടു. തുളസീദാസ, എനിക്ക് നിന്നെപ്പറ്റി ഒരു ദുഃഖവും ഇല്ല. ആത്മാറാം പറയണേ, എനിക്ക് നിന്നെപ്പറ്റി ഒരു ദുഃഖവും ഇല്ല. നീ എത്തിച്ചേരേണ്ട ഉചിതമായ പാതയിൽ തന്നെ ഈശ്വരൻ നിന്നെ എത്തിച്ചിട്ടുണ്ട്. ദൈവകൃപ കൊണ്ട് നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാവും. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്ത് അനുഗ്രഹിച്ചു, മകനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കൊടുത്തതിന് ശേഷം ആത്മാറാം പിന്നീട് ഒരുപാട് നാളൊന്നും ജീവിച്ചിരുന്നില്ല. ഭർത്താവിനെ കാണപ്പെട്ട ദൈവമായി പൂജിച്ചിരുന്ന ആത്മാറാമിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ആത്മാറാം മരിച്ചെന്ന് മനസ്സിലായപ്പോൾ ഗംഗാ നദിയിൽ പോയിട്ട് ആത്മാറാമിൻ്റെ മരണത്തോടുകൂടി ഗംഗാ നദിയിൽ ചാടി ആ അമ്മയും ആത്മഹത്യ ചെയ്തു. മാതാപിതാക്കന്മാരുടെ പെട്ടെന്നുള്ള ആ ഒരു മരണം അത് തുളസീദാസിനെ ഒരുപാട് വേദനിപ്പിച്ചു. വേദനിക്കുന്ന തൻ്റെ ഹൃദയത്തിന് ഒരാശ്വാസം നൽകണേ എന്ന് തുളസീദാസ് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തുളസീദാസ, സമചിത്തത പാലിച്ച് മാതാപിതാക്കന്മാരുടെ അന്തിമ കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കൂ. അതിനുശേഷം ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി തപസ്സനുഷ്ഠിക്കും. നിനക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കും. ഇങ്ങനെ ഒരു അശരീരി വചനം തുളസീദാസ് ഗംഗാതീരത്ത് വെച്ചിട്ട് കേട്ടു. ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഈ തുളസീദാസ് എന്ത് ചെയ്തു, അച്ഛൻ്റെ അമ്മയുടെയും മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു. ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരണേന്ന് തുളസീദാസ് ആഞ്ജനേയ സ്വാമിയോട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹനുമാനെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്ര നിഷ്ഠയോടുകൂടി തുളസീദാസ് അനേകം വർഷങ്ങൾ തപസ് ചെയ്തു. പല വർഷങ്ങൾ കഴിഞ്ഞു. ഒരു സന്ധ്യാസമയത്ത് തുളസീദാസിൻ്റെ മുൻപിൽ
ദിവ്യമായിരിക്കുന്നൊരു ജ്യോതിസ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞ് തുളസീദാസ, അടുത്തുള്ള അഗ്രഹാരത്തിൽ വേദരാമദീക്ഷിതൻ എന്ന് ഉള്ള ഒരു മഹാപണ്ഡിതൻ തൻ്റെ വീട്ടുമുറ്റത്ത് പന്തലിട്ടിട്ട്, എന്താ പറയുന്നത്, തൻ്റെ വീട്ടുമുറ്റത്ത് പന്തലിട്ടിട്ട് ശ്രീ സീതാരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് യഥാവിധി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ദിവസവും രാമായണം പാരായണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ചെവിക്ക് കർണത്തിന് ആനന്ദം നൽകുന്ന എന്താ പറയുക, ആ ഒരു പാരായണം എന്ത് ചെയ്യണം? പോയി ആസ്വദിക്കുന്നതിന് ആഞ്ജനേയ സ്വാമി വൃദ്ധനായിരിക്കുന്ന ഒരു എന്താ പറയുക ബ്രാഹ്മണൻ്റെ രൂപത്തിൽ പതിവായിട്ട് അവിടെ വരും. ഭക്തശിരോമണിയായിരിക്കുന്ന ശ്രീ ഹനുമാനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ നീ ആശ്രയിച്ചോ, നിന്റെ ആഗ്രഹമൊക്കെ സഫലമാവും. ദിവ്യ ജ്യോതിസ് അതും പറഞ്ഞ് അപ്രത്യക്ഷമായി. അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് അവിടെ ഒരു ആരുണ്ട്, എന്താ പറയുക, മഹാപണ്ഡിതൻ എന്താ ചെയ്യുന്നത്, വേദരാമ ദീക്ഷിണൻ എന്ന് പറയുന്നൊരു മഹാപണ്ഡിതൻ വീട്ടുമുറ്റത്ത് പന്തലിട്ടിട്ട് ശ്രീ സീതാരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ദിവസവും രാമായണം പാരായണം ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആഞ്ജനേയ സ്വാമി വൃദ്ധനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭക്തശിരോമണിയായ ശ്രീ ഹനുമാനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ നീ ആശ്രയിച്ചോളാൻ പറഞ്ഞു, നിന്റെ ആഗ്രഹമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദിവ്യ ജ്യോതിസ് അതും പറഞ്ഞ് അപ്രത്യക്ഷമായി. ആ ഒരുപാട് വർഷക്കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ടല്ലോ എന്നറിഞ്ഞ് തുളസീദാസിന് ഭയങ്കര സന്തോഷമായി. വേദരാമദീക്ഷിതരുടെ മഠം കണ്ടുപിടിച്ച തുളസീദാസൻ എന്ത് ചെയ്തു, പന്തലിൽ പ്രതിഷ്ഠിച്ചിരുന്ന സീതാരാമ വിഗ്രഹം കണ്ടിട്ട് നേരെ ഭക്തിയോടുകൂടി വന്ദിച്ചു. രാമായണ കഥ പാരായണം ആരംഭിച്ചു. ഭക്തന്മാരുടെ ചെവിക്കും മനസ്സിനുമൊക്കെ നല്ല സന്തോഷം നൽകുന്ന പോലെയുള്ള കഥ. അപ്പോൾ പന്തലിൻ്റെ പ്രവേശന കവാടത്തിൽ കൂടി, പന്തലിലൂടെ വരുന്ന ആ വഴിയിലൂടെ നെറ്റിയിൽ ചന്ദന ഭസ്മ കുങ്കുമാതി ലേപനങ്ങളൊക്കെ ചാർത്തി പരമഭക്തനായിരിക്കുന്ന ഒരു ബ്രാഹ്മണ വര്യൻ പന്തലിലേക്ക് കയറി. ഭക്തജന മധ്യത്തിൽ കൂടി നല്ല വിനയത്തോടുകൂടി സീതാരാമ വിഗ്രഹത്തിൻ്റെ അടുത്തെത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്ത് ചെയ്തു, ഭക്തിയോടുകൂടി സീതാരാമന്മാരെ വന്ദിച്ചിട്ട് ഭവ്യതയോടുകൂടി ഇരുന്ന് രാമായണ കഥ കേൾക്കാൻ തുടങ്ങി. ആ വിപ്രവര്യൻ ആഞ്ജനേയ സ്വാമിയാണെന്ന് നമ്മുടെ തുളസീദാസ് തിരിച്ചറിഞ്ഞു. അന്നത്തെ രാമായണ കഥയൊക്കെ കഴിഞ്ഞു. ശ്രീരാമനാമങ്ങളൊക്കെ ജപിച്ച് ഭക്തജനങ്ങളെല്ലാവരും അവനവൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ബ്രാഹ്മണോത്തമനെ കണ്ട തുളസീദാസ് അദ്ദേഹത്തിൻ്റെ തൃക്കരം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്നിൽ പ്രസാദിക്കണേ എന്ന് പറഞ്ഞു, അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിച്ചു. തുളസീദാസൻ്റെ പിടിയിൽ നിന്ന് ആ ബ്രാഹ്മണൻ കരങ്ങളിങ്ങ് എടുത്തു. എന്നിട്ടോ നേരെ വേദരാമ ദീക്ഷിതരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ഓടിയിട്ട് പാതാര വിന്ദങ്ങളിൽ പോയിട്ട് തുളസീദാസ് അങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആഞ്ജനേയ, അങ്ങ് ആരാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് അടിയനോട് കരുണ കാണിക്കൂ എന്ന് പറഞ്ഞു. രാമദേവ ദർശന സൗഭാഗ്യം സിദ്ധിക്കുവാൻ അടിയനെ അനുഗ്രഹിക്കൂ എന്ന് അപേക്ഷിച്ചു. അടുത്ത നിമിഷം തന്നെ ആ ബ്രാഹ്മണൻ അപ്രത്യക്ഷനായി. തുളസീദാസ് നിരാശപ്പെട്ടില്ല. എന്നെങ്കിലും തൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം നടക്കുമെന്ന് തുളസീദാസിന് ഉറപ്പായിരുന്നു. ആദ്യത്തെ ദിവസത്തെ അനുഭവം പോലെ പല ദിവസങ്ങളിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായി. ഒരു ദിവസം രാമായണ പാരായണ സമയത്ത് ദ്വിജശ്രേഷ്ഠൻ്റെ സമീപത്തിരുന്ന തുളസീദാസൻ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ വസനാഗ്രം കൊണ്ട് തൻ്റെ കയ്യിലങ്ങ് കെട്ടിവെച്ചു. രാമായണ പാരായണ കഥ കഴിഞ്ഞു. ഭക്തന്മാരെല്ലാവരും എഴുന്നേറ്റു. ബ്രാഹ്മണനും എഴുന്നേറ്റ് പോയപ്പോൾ തുളസീദാസും എഴുന്നേറ്റു. തൻ്റെ വാസനാഗ്രത്തിൽ തുളസീദാസിൻ്റെ കൈ കെട്ടിവെച്ചിരിക്കുന്നതാണെന്ന് കണ്ടിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠൻ പന്തലിൽ നിന്ന് അതിവേഗത്തിൽ ഓടി. വിപ്രവര്യൻ്റെ അമിത വേഗത്തിലുള്ള ഓട്ടത്തിനോടൊപ്പം എത്തിപ്പിടിക്കാൻ കഴിയാത്ത തുളസീദാസ് താഴെ വീണു. കാരണം കെട്ടിയിട്ടിരിക്കുകയാണല്ലോ തുളസീദാസ് അദ്ദേഹത്തിന്. അപ്പോൾ താഴെ വീണു. തുളസീദാസിനെയും വലിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഓടാൻ തുടങ്ങി. കാരണം ബ്രാഹ്മണൻ ആരാ? ഹനുമാൻ സ്വാമി. ഓടാൻ തുടങ്ങി. ശരീരം മുഴുവൻ ഒരഞ്ഞ് പൊട്ടി രക്തമൊലിച്ച് വേദനിച്ചെങ്കിലും തുളസീദാസ് നിലവിളിച്ചില്ല.
അദ്ദേഹം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ എന്നിങ്ങനെ ഉരുകി 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 മനസ്സുരുകി ജപിക്കാൻ തുടങ്ങി. തുളസീദാസിനെയും വലിച്ചുകൊണ്ട് കാട്ടിലെത്തിയ ബ്രാഹ്മണൻ ആഞ്ജനേയനായിട്ട് അങ്ങ് മാറി. എന്നിട്ട് തുളസീദാസിന് ദർശനം കൊടുത്തു. മഹാപ്രഭു, അങ്ങയുടെ പുണ്യദർശനം സിദ്ധിച്ച അടിയൻ ഭാഗ്യവാനാണ്. ദയവ് ചെയ്ത് സീതാരാമ ദർശന സൗഭാഗ്യം സിദ്ധിക്കുന്നതിനുള്ള അനുഗ്രഹം അടിയൻ അരുളി ചെയ്താലും. ആഞ്ജനേയ സ്വാമിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തുളസീദാസ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു. ഭക്തശ്രേഷ്ഠ, നാളെ തന്നെ നിന്റെ അഭീഷ്ടം സഫലമാകുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമി അപ്രത്യക്ഷനായി. തൻ്റെ പർണാശ്രമത്തിലെത്തിയ തുളസീദാസൻ അടുത്ത ദിവസത്തെ സൗഭാഗ്യം ആലോചിച്ച് അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ്. രാമനാമങ്ങൾ ഭക്തിയോടുകൂടി ജപിച്ചു. അടുത്ത ദിവസം തന്നെ രാവിലത്തെ പ്രാർത്ഥനയും കുളിയും ജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം തുളസീദാസ് എന്ത് പർണാശ്രമ മുറ്റം, അദ്ദേഹം താമസിക്കുന്ന ആശ്രമത്തിൻ്റെ മുറ്റമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി. വാസനദ്രവ്യങ്ങളെല്ലാം പുകച്ച് സുഗന്ധമായിരിക്കുന്ന കുങ്കുമങ്ങളെല്ലാം സംഭരിച്ചു വെച്ച് സീതാരാമന്മാരെ സ്വീകരിക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തുനിന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ പകല് കഴിഞ്ഞു. തുളസീദാസൻ്റെ ആഗ്രഹം സഫലമായില്ല. അപ്പോഴോ സീതാരാമന്മാർ ആ ഭക്തൻ്റെ മുറ്റത്ത് പാദങ്ങൾ പതിപ്പിച്ചില്ല, വന്നില്ല. ദുഃഖത്തോടുകൂടി തുളസീദാസ് അടുത്ത ദിവസം ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ട് കാര്യം പറഞ്ഞു. തുളസീദാസ, താപസവേഷത്തിൽ നിന്റെ പർണാശ്രമ മുറ്റത്ത് ഇന്നലെ എത്തിയ ശ്രീരാമദേവനെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ആശ്രിത വത്സലനായിരിക്കുന്ന രാമചന്ദ്രൻ സീതാരാമ ലക്ഷ്മണ ശത്രുഘ്ന ഭരത സമേതനായി നാളത്തെ സന്ധ്യാവേളയിൽ നിനക്ക് ആനന്ദ ദർശനം നൽകുന്നതാണ്. സമാധാനപ്പെടൂ. തുളസീദാസിനെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും നമ്മുടെ ആഞ്ജനേയ സ്വാമി അപ്രത്യക്ഷനായി. വാർത്ത നാട് മുഴുവൻ പരന്നു. അനേകായിരം ശ്രീരാമദേവ ഭക്തന്മാർ തുളസീദാസിൻ്റെ ആശ്രമ പരിസരത്ത് അങ്ങ് തടിച്ചുകൂടി രാമനാമ സങ്കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. രാമദേവനെയും പ്രതീക്ഷിച്ച് തൊഴുകഴിയോടെ തുളസീദാസ് ഇങ്ങനെ ആശ്രമമുറ്റത്ത് നോക്കി നിൽക്കുക. സൂര്യൻ അസ്തമിച്ചു. കുങ്കുമസന്ധ്യ ആശ്രമ പരിസരത്ത് മുഴുവൻ ഒരു വർണ്ണമായിരിക്കുന്ന കളറുണ്ടാക്കി. ഭക്തി പരമോന്നത പാരവശ്യത്തോടുകൂടി ശ്രീരാമനാമ ജപങ്ങളായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ പരന്നിരിക്കുക. അവിടെ മുഴുവൻ ആൾക്കാരിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ജ്യോതിസ്വരൂപനായിരിക്കുന്ന രാമചന്ദ്രൻ സീതാരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേതനായിട്ട് ആശ്രമമുറ്റത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹരേ രാമ 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 ഹരേ ഹരേ എന്നും പണ്ട് സീതാദേവിയോടും ലക്ഷ്മണനോടും ശത്രുഘ്നനോടും ഭരതനോടും കൂടി വന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഭക്തന്മാരങ്ങ് കണ്ട് കണ്ണങ്ങ് നിറഞ്ഞു. ആനന്ദ നിർവൃതിയോടുകൂടെ ഉറക്കെ കരയാൻ തുടങ്ങി. ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെയും പാതാര വിന്ദങ്ങളിലങ്ങ് നമ്മുടെ തുളസീദാസ് അങ്ങ് വീണങ്ങ് നമസ്കരിച്ച് കൈകൾ കൂപ്പി നിൽക്കുകയാണ്. തുളസീദാസ, നിന്റെ യഥാർത്ഥ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. ഭക്തി പ്രസ്ഥാനത്തിന് നിന്റെ സംഭാവന അമൂല്യ രത്നമായി ഭവിക്കുന്നതാണ്. ജനഹൃദയങ്ങളിൽ അനശ്വരനായി നിലകൊള്ളുന്നത് പോലെ ഹൃദ്യമായും സരളമായും ശ്രീരാമകഥ നീ രചിക്കൂ. നമ്മുടെ നാമം നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തശ്രേഷ്ഠനായിരിക്കുന്ന നിന്നെയും ലോകം മറക്കുകയില്ല. ഇതാണ് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു തുളസീദാസിന് കൊടുത്ത അനുഗ്രഹം. മഹാപ്രഭു, അജ്ഞനായ ഈ ഉള്ളവൻ അവിടുത്തെ ദിവ്യചരിത കഥ രചിക്കുവാനോ ആ സാഹസ സംരംഭത്തിനുള്ള ജ്ഞാനം ഈ ബുദ്ധിഹീനന് ഇല്ല ദേവ. അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കുവാൻ മാത്രം ശീലിച്ചിട്ടുള്ള അടിയൻ എപ്രകാരമാണ് ഭഗവാനെ അവിടുത്തെ മഹാകഥ പുണ്യപുരാണമായി രചിക്കുന്നത്? എനിക്കതിനുള്ള അറിവില്ല. തുളസീദാസിന് സംശയമായി. തുളസീദാസ, ദുഃഖിക്കേണ്ട. നിന്റെ പരിശ്രമത്തിന് സഹായമായി വ്യാകരണ പണ്ഡിതനും നമ്മുടെ ഭക്തശ്രേഷ്ഠനുമായിരിക്കുന്ന ശ്രീ ആഞ്ജനേയൻ ആഗതനാകുന്നതാണ്. നിനക്ക് സർവ്വമംഗളങ്ങളും സിദ്ധിക്കുമാറാകട്ടെ. സീതാരാമന്മാരും സഹോദരന്മാരും തുളസീദാസിനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമായി. ശ്രീരാമചന്ദ്രദേവന്റെ കൽപ്പന പ്രകാരം രാമചരിതമാനസം എന്ന പുണ്യകാവ്യം, എന്താണ് രാമചരിത മാനസം എന്ന് പറയുന്ന പുണ്യകാവ്യം ഹിന്ദി ഭാഷയിൽ
രചിച്ച് തുളസീദാസ് ഹനുമാൻ ജ്ഞാനരാമായണ കഥ ഉപദേശിച്ചു. മനസ്സിലായോ? എന്താണ്? ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൽപ്പന പ്രകാരം രാമചരിതമാനസം എന്ന് പറയുന്ന പുണ്യകാവ്യം ഹിന്ദി ഭാഷയിൽ രചിക്കാൻ തുടങ്ങിയ തുളസീദാസിന് ഹനുമാൻ സ്വാമി ജ്ഞാനരാമായണ കഥ ഉപദേശിച്ചു. ഭക്തിരസം തുളുമ്പുന്ന തുളസീദാസിൻ്റെ രാമകഥാമൃതം പിൽക്കാലത്ത് തുളസീ രാമായണം എന്ന് പറയുന്ന പേരിൽ അങ്ങ് പ്രശസ്തി ആർജിച്ചു. ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം തുളസീദാസൻ എന്ന് പറയുന്ന ഭക്തികാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. ഭക്തികാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കവി ആചാര്യൻ എന്ന് പറയുന്ന നമ്മുടെ സാക്ഷാൽ തുളസീദാസ്. തുളസീദാസിൻ്റെ എന്താണ് ആ ഒരു ഏറ്റവും മനോഹരമായ കൃതിയാണ്. രാമചരിതമാനസം എന്ന് പറയുന്ന പുണ്യകാവ്യം. ജനൽ തുറന്നു. അതെ, സരള മാതാജി അതൊക്കെ മഞ്ജരീസിലേക്ക് ഇടും. ലൈവിലിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ നോട്ട് ചെയ്ത് വെക്കാം. മഞ്ജരീസിലേക്ക് ഇടും. ഇനി നമ്മൾ പഠിക്കുന്നത് വീരഹനുമാനും ശനീശ്വരനും. നവഗ്രഹ ദശാസന്ധികൾ മനസ്സിലാക്കിയിട്ട് ഭാവി ഫലങ്ങൾ പ്രവചിക്കുന്ന ജ്യോതിഷ പണ്ഡിതന്മാർ ശനിദശാകാലത്തെ ദുർദശാകാലം എന്നാണ് പറയുന്നത്, അല്ലേ? നവഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് ജ്യോതിഷന്മാരെന്താ പറയുക? ശനിദശാകാലം വന്നു കഴിഞ്ഞാൽ അത് ദുർദശാകാലമാണ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി, ധന്വൻ പ്രണാമം. അപ്പോൾ 7.5 ശനി പിടികൂടുന്ന സമയത്ത് വിപത്തുകളും മഹാരോഗങ്ങളും ഒക്കെ ഉണ്ടാവുമെന്നും അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ മരണം പോലും സംഭവിച്ചേക്കുമെന്നും ഗണിക്കുന്ന ജാതകത്തിൽ ശനി വക്രമായാണ് നിൽക്കുന്നതെങ്കിൽ തുടരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് ജ്യോതിഷന്മാരുടെ പൊതുവായ അഭിപ്രായം. ഓക്കെ, നവഗ്രഹാധിപന്മാരിൽ ഏറ്റവും ശക്തിയേറിയ ഗ്രഹനാഥൻ ആരാണ്? ശനീശ്വരനാണ്. കാലദൈർഘ്യം കൊണ്ടും ശനിദശാകാലമാണ് മനുഷ്യായുസിനെ കൂടുതൽ അങ്ങോട്ട് വിഴുങ്ങിയെടുക്കുന്നത്. കൂടുതലും ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ശനിദശാകാലമായിരിക്കും. 19 നീണ്ട വർഷങ്ങളാണ് ശനിദശയുടെ കാലയളവ്. 19 വർഷങ്ങളുണ്ടാവും. ശനിദശാകാലം അല്ലെങ്കിൽ ശനീശ്വരൻ ഭൂമിയിൽ വരുന്ന മർത്യരോട് മാത്രമല്ല ശനിയുടെ ശക്തി കാണിക്കുന്നത്. ദേവന്മാരിൽ ആവേശിക്കുവാനും അവരെ വട്ടം ചുറ്റി പിടിക്കാനും ശനീശ്വരൻ ഒരു മടിയും കാണിക്കില്ല. എല്ലാവരെയും ശനി പിടിക്കും. സർവേശ്വരനായിരിക്കുന്ന ശ്രീ മഹാദേവനെ പോലും ശനീശ്വരൻ പിടികൂടി 3.25 നാഴിക നേരം നക്ഷത്രങ്ങൾ എണ്ണിച്ചിട്ടുള്ളതായിട്ട് ഒരുപാട് കഥകളുണ്ട്. 3.25 നാഴിക നേരം ആരെ പിടിച്ചിട്ടുണ്ട്? മഹാദേവനെയും ശനീശ്വരൻ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ശനീശ്വരൻ്റെ കടുംപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള
ചുരുക്കം ചില ദേവന്മാരിൽ ആഞ്ജനേയ സ്വാമിയും വിനായക ദേവനും ഉൾപ്പെടുന്നുണ്ട്. ഗണപതിയും ആഞ്ജനേയ സ്വാമിയാണ് ഉൾപ്പെടുന്നത്. വിനായകദേവൻ തന്ത്രപരമായാണ് ശനീശ്വരൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്കിൽ വീരഹനുമാൻ തൻ്റെ ശക്തി കൊണ്ടാണ് ശനീശ്വരനെ നേരിട്ടിട്ട് വിജയം കൈവരിച്ചിരിക്കുന്നത്. ശ്രീ ആഞ്ജനേയൻ വിജയം നേടുക മാത്രമല്ല ചെയ്തത്, തന്നെ ഉപാസന ചെയ്യുന്ന ഭക്തന്മാരെ സ്പർശിച്ചു പോകരുത് എന്ന് ശനീശ്വരനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയെ ആരാണോ ഉപാസിക്കുന്നത് അവരെ ശനീശ്വരൻ തൊട്ടുപോകരുതെന്ന് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. വീരഹനുമാന്റെ കാലം തിരുത്തി കുറിക്കാൻ ഒരുമ്പെടുന്ന ശനിദേവനെ പിടികൂടി ശിക്ഷിച്ച ആഞ്ജനേയൻ അദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചൊരു കഥയുണ്ട്. ആ കഥ കേൾക്കണോ? ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ? അപ്പം അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കഥ അല്ലേ? ചുമ്മാതാ അല്ലല്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും ഉറങ്ങിപ്പോണം. ആരൊക്കെയോ ബെഡിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് കണ്ണിങ്ങനെ അടഞ്ഞു പോകണം. പ്രേമ മാതാജി പറഞ്ഞു ഓക്കേന്ന്, ഉറക്കം വരുന്നു, ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകല മാതാജിയും പറഞ്ഞു ഓക്കെ മാതാജി, കഥ കേൾക്കണ്ട, ഉറങ്ങാന്ന് പറഞ്ഞു. ലാലി മാതാജിയും പറഞ്ഞു മതി, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. സിന്ധു മാതാജി പറഞ്ഞു കേൾക്കണം. പ്രസന്ന മാതാജി പറഞ്ഞു ഇപ്പോൾ വേണമെന്ന്. ബാക്കി എല്ലാവരും മഹേഷ് പ്രഭു ഒക്കെ അതേ പറയണതേ പിന്നെ പറഞ്ഞാൽ മതി. മഹേഷ് പ്രഭു ഗുഡ് നൈറ്റും പറഞ്ഞു. പ്രേമ മാതാജി ഇല്ല 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 പറ്റൂല. പ്രമീള മാതാജി ഉറങ്ങിപ്പോവാണല്ലേ? ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ പറയാം കഥ. കേൾക്കണം. ജയപ്രകാശ് പ്രഭു പറഞ്ഞു കേൾക്കണം. കൃത്യമായിട്ട് വ്യക്തമായിട്ടൊരു ആൻസർ ഇട്ടു, കേൾക്കണം. ഉറക്കം വരുന്നുണ്ട്. അമർ പ്രഭുവും പറഞ്ഞു കേൾക്കണം. ഇനി ഒരാളും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല. ഐ എം ക്ലോസിങ് ദ ഷോപ്പ് മാതാജി. അയ്യോ സോറി മഹേഷ് പ്രഭു, ഐ എം സോ സോറി. ഇപ്പോൾ വേണം പുഷ്പ മാതാജി. അപ്പം 3 പേര് പറഞ്ഞു. എനിക്കും കേൾക്കണം. സൗന്ദര്യ അമ്മ കേൾക്കണം. പ്രേമ മാതാജി ഇപ്പോഴേ ഉറങ്ങില്ല മാതാജി. ഓക്കെ ഫൈൻ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കഥയുണ്ട്. എന്താ കഥ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഉറക്കം വരുന്നു നിർത്തണ്ട. സുരേഷ് പ്രഭു ഉറക്കം വരുന്നുണ്ട് പക്ഷെ നിർത്തണ്ടാന്ന്. മോഹൻ പ്രഭു ശുഭരാത്രി. ഓഹോ. അനിൽകുമാർ പ്രഭു ഞാൻ ഉറങ്ങിയെന്ന്. അപ്പോൾ അഭിമുഖമായി ആഞ്ജനേയ സ്വാമിയെയും വിനായകദേവനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഗ്രഹനിലകൾ പരിശോധിച്ച ശനിദേവൻ വിനായകദേവനിൽ താൻ ആവേശിക്കേണ്ട സമയമായെന്ന് ശനിദേവന് മനസ്സിലായി. സമയമുണ്ട്, എനിക്ക് സമയമുണ്ട്, ഞാൻ കിടക്കാൻ ഒരുപാട് സമയവും. അപ്പോൾ ഗ്രഹനിലകൾ പരിശോധിച്ചപ്പോൾ ശനിദേവൻ എന്ത് ചെയ്തു? വിനായകദേവനിൽ ശനിദേവൻ പ്രവേശിക്കേണ്ട സമയമായെന്ന് കണ്ടുപിടിച്ചു. ആദിനായകനായിരിക്കുന്ന ഗജാനനെ ബാധിക്കുമ്പോൾ അല്പം വിനയവും പക്വതയൊക്കെ കാണിക്കണമെന്ന് ശനിദേവൻ തീരുമാനിച്ചു. വൃദ്ധ ബ്രാഹ്മണനായി മാറിയിട്ട് ശനീശ്വരൻ എന്ത് ചെയ്ത് ഭസ്മക്കുറികളും രുദ്രാക്ഷമാലയൊക്കെ ഇട്ടിട്ട് കെട്ടിവെച്ച കുടുമയായിട്ട് വിനായകൻ്റെ അടുത്തേക്ക് ചെന്നു. ശനിദേവൻ തൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ തന്ത്രശാലിയായ വിഘ്നേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മെ അന്വേഷിച്ചു വന്നിരിക്കുന്ന അങ്ങയെ നിരാശപ്പെടുത്താൻ നാം ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ രൂപം കണ്ടും വാക്കുകേട്ടും ആരെയും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങയുടെ വലതുകരം നീട്ടു, അങ്ങ് പറയുന്നത് സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിഘ്നേശ്വരൻ പറഞ്ഞു. വിനായകദേവൻ്റെ തന്ത്രം മനസ്സിലാക്കിയ ശനിദേവൻ തൻ്റെ വലതുകരം ഗണേശൻ്റെ നേരെ നീട്ടിക്കൊടുത്തു. ഇതിഹാസങ്ങളും പുണ്യപുരാണങ്ങളും രചിച്ചിട്ടുള്ള മഹാഗണപതി എന്ത് ചെയ്തു? ശനീശ്വരൻ്റെ നീട്ടിയ ആ കരത്തിൽ, ശനീശ്വരൻ ഇങ്ങനെ കൈ നീട്ടിയില്ലേ, ആ നീട്ടിയ കരത്തിൽ എന്ത് ചെയ്തു? ഗണേശൻ കുറിച്ച് ഒരു വേർഡ് കുറിച്ചു. എന്താ? ശനീശ്വരൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞ സത്യമാണോ ഞാൻ നോക്കട്ടെ, കൈ കാണിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ശനീശ്വരൻ നേരെ വിഘ്നേശ്വരൻ്റെ മുമ്പിലേക്ക് കൈ നീട്ടിക്കൊടുത്തു. വിഘ്നേശ്വരൻ കയ്യിലൊരു വേർഡ് എഴുതി, നാളെ എന്നെഴുതി. അതെ, നാളെ. വിനായകൻ ചിരിച്ചുകൊണ്ട് ശനിദേവനെ ഓർമ്മിപ്പിച്ചു, നാളെ വന്നിട്ട് എന്നിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ശനീശ്വരൻ പറഞ്ഞു, എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോയി.
അടുത്ത ദിവസവും കൃത്യസമയമായപ്പോൾ ശനീശ്വരൻ വിനായകൻ്റെ മുമ്പിൽ വന്നു. കൈ നോക്കൂ, നാളെ എന്നല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് പോയിട്ട് നാളെ വരൂ. ചിരിച്ചുകൊണ്ട് ഗണനാഥൻ ശനീശ്വരനെ ഓർമ്മപ്പെടുത്തി. വിനായകൻ്റെ മറുപടി ശനീശ്വരൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ നാളെ വിഘ്നേശ്വരനെ പിടിക്കുമെന്ന് ശനീശ്വരൻ അങ്ങ് ദേഷ്യത്തോടെ മനസ്സിലുറപ്പിച്ചു. തൻ്റെ സ്ഥിരം മറുപടി എല്ലാ ദിവസവും വിഘ്നേശ്വരൻ ആവർത്തിക്കാൻ തുടങ്ങി. ക്ഷമ നശിച്ച ശനീശ്വരൻ വാശി പിടിച്ചു. ഇനിയും ക്ഷമിക്കാൻ സാധിക്കില്ല, ഇന്ന് തന്നെ ഞാൻ എൻ്റെ കാലചക്രത്തിൽ, അങ്ങയുടെ കാലചക്രത്തിൽ ഞാൻ പ്രവേശിക്കുന്നു പറഞ്ഞു. ശനീശ്വരൻ്റെ നിർബന്ധം കേട്ട് ചിരിച്ചുകൊണ്ട് ഗണേശ്വരൻ പറഞ്ഞു, ശനീശ്വര, വാക്ക് തെറ്റിക്കുന്ന പ്രവണത ശ്രേഷ്ഠന്മാർക്ക് ഭൂഷണമല്ല. അങ്ങയുടെ കയ്യിലേക്ക് നോക്കൂ, നാളെ എന്നല്ലേ കുറിച്ചിരിക്കുന്നത്. അങ്ങേക്ക് എന്നെ പിടികൂടാൻ ഇത്ര ധൃതിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കയ്യിൽ കുറിച്ചിരിക്കുന്ന നാളെ എന്നുള്ളത് മാറ്റിക്കളഞ്ഞിട്ട് അങ്ങയുടെ ഇഷ്ടം പോലെ എഴുതിക്കോളാൻ പറഞ്ഞു. ശ്രീ ഗണനാഥൻ പറയുന്നത് ന്യായമാണെന്ന് ശനീശ്വരന് തോന്നി. തൻ്റെ കയ്യിൽ കുറിച്ചിരിക്കുന്ന നാളെ എന്നത് തേച്ചുമാച്ച് കളയുന്നതിന് ശനിദേവൻ കഠിനമായ പരിശ്രമം നടത്തി. മായുന്നില്ല. കാരണം എന്താ, എഴുതിയത് വിഘ്നേശ്വരനാണ്. അദ്ദേഹത്തിന് തിരുവുള്ളമുണ്ടായെങ്കിൽ മാത്രമേ എഴുതിയത് മായ്ക്കാൻ പറ്റൂ. ശനീശ്വരൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ആഞ്ജനേയൻ അങ്ങ് പൊട്ടിച്ചിരിച്ചു. കാരണം ആ ക്ഷേത്രത്തിൽ ആഞ്ജനേയനും വിഘ്നേശ്വരനും ഇങ്ങനെ ഇരിക്കുന്നത്. ഹനുമാൻ തന്നെ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ ശനീശ്വരന് കൂടുതൽ ദേഷ്യം വന്നു. അതുപോലെ എന്താ പറയുക, നാണം തോന്നി. ഇല്ലില്ല, ഞാനതുപോലെ പറയില്ല, നാണവും തോന്നി. തൻ്റെ കക്ഷത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കലഘടുവുകൾ പരിശോധിച്ച ശനിദേവൻ എന്ത് ചെയ്തു? ഹനുമാനെ താൻ പിടികൂടേണ്ട സമയമായി അതിക്രമിച്ചു കഴിഞ്ഞു. ഹനുമാനെ പിടികൂടേണ്ട സമയം കഴിഞ്ഞു എന്ന് കണ്ടുപിടിച്ചു. ഹേ ആഞ്ജനേയ, പരിഹസിച്ചു ചിരിക്കേണ്ട, അങ്ങയുടെ കാലചക്രത്തിൽ നാം പ്രവേശിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് അങ്ങോട്ട് ശനിദേവൻ പറഞ്ഞു. നമ്മെ പരിഹസിച്ച് ചിരിച്ചതിന് ശിക്ഷയായി അങ്ങയുടെ കാലചക്രം പാടെ നാം തകിടം മറിക്കുന്നതാണ് ശനീശ്വരൻ പറഞ്ഞു. ശനീശ്വരൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആഞ്ജനേയൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കാലചക്രം തകിടം മറിക്കുന്നതിൽ നമുക്ക് ആക്ഷേപമില്ല. പക്ഷേ മറിക്കുവാൻ ഒരുമ്പെടുന്നവൻ മറിഞ്ഞു വീഴാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വരൂ, അടുത്തു വരൂ ശനീശ്വര. തന്നെ പരിഹസിക്കുന്നവൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ച ശനീശ്വരൻ എന്ത് ചെയ്തു? രൗദ്രഭാവത്തോടു കൂടി ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ചെന്നു. ദേഷ്യം കൊണ്ട് വിറച്ചു നിന്ന ശനീശ്വരൻ്റെ നെറുകയിലെ കുടുമ ദണ്ട് പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ ദണ്ട് പോലെ. ശനീശ്വരൻ്റെ ആ ഒരു ഉഗ്ര കോപം കൊണ്ടുണ്ടായ വിറയലും വിറപൂണ്ട ശനീശ്വരൻ്റെ ശിരസിൽ ആ കുടുമയുടെ കോലും എല്ലാം കൂടി ആഞ്ജനേയനെ ഒരുപാട് അങ്ങ് രസിപ്പിച്ചു. ഉഗ്രഭാവത്തോടു കൂടി ഒരു വട്ടം ഗർജിച്ച വീരഹനുമാൻ എന്ത് ചെയ്ത് മഹാപേരു പർവ്വതത്തെ പോലെ അങ്ങ് വളർന്ന് ശനീശ്വരൻ്റെ ഉച്ചിത്തലയിലെ കുടുമയിൽ അങ്ങ് പിടിച്ചു. എന്നിട്ട് എടുത്തങ്ങോട്ട് പൊക്കി ശനീശ്വരനെ. ഭൂമിയിലും ആകാശത്തിലും മുട്ടാതെ ത്രിശങ്കൂൽ എന്ന പോലെ ശനീശ്വരനെ വീരഹനുമാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ തൂക്കി പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ശനീശ്വരനെ പിടിച്ച് ആട്ടി ഹനുമാൻ പൊക്കിയെടുത്തിട്ട് ആ ഊഞ്ഞാലാട്ടത്തിന് വേഗത പോരാന്ന് തോന്നി ആഞ്ജനേയൻ എന്ത് ചെയ്തു? തൻ്റെ വായയിൽ, ഹനുമാൻ സ്വാമിയുടെ വായയിൽ ഇങ്ങനെ വായു നിറച്ചിട്ട് 2 പ്രാവശ്യം ശനീശ്വരൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഊതിക്കൊടുത്തു. കൊടുങ്കാറ്റിൽപ്പെട്ട കരിയില പോലെ ശനീശ്വരൻ ആടി അങ്ങ് പറന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പറന്ന് വിഷമിച്ച ശനീശ്വരൻ അവശനായി നിലവിളിച്ചു. എന്നിട്ടോ ഉച്ചിയിലെ കുടുമ പറഞ്ഞു പോകുമോ എന്ന് തോന്നുന്ന വേദനയായിരുന്നു ശനീശ്വരന്. ശനി ഭഗവാൻ അയ്യോ രക്ഷിക്കണേ, നമ്മെ വിട്ടേക്കൂ, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. എന്നെ ഒന്ന് നിലത്ത് നിർത്തണേ എന്നും പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ തങ്ങളെ തകിടം മറിക്കാൻ വന്നവൻ തകിടതിത്തോ എന്ന് മറിയുന്നത് കണ്ടിട്ട് ആഞ്ജനേയ സ്വാമിയും വിഘ്നേശ്വരനും അങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അയ്യോ വിടൂ വിനായക, നമ്മെ വിട്ടയക്കാൻ ആഞ്ജനേയനോട് പറയൂ, അയ്യോ നമ്മുടെ നല്ല പ്രാണൻ നമ്മെ വിട്ടകന്നു പോകുമേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ശനീശ്വരൻ കിടന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് ശനീശ്വരൻ പറഞ്ഞു, പരിതാപകരമായിട്ട് ശനീശ്വരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശനീശ്വര, നമ്മെ പിടികൂടി നമ്മെ കാലചക്രം തകിടം മറിക്കുമെന്നല്ലേ നീ പറഞ്ഞത് എന്ന് ഹനുമാൻ സ്വാമി ചോദിച്ചു. ഇല്ല, ഈ ജന്മത്തിൽ അപ്രകാരം ഒരു ദുർബുദ്ധി നീയുള്ളവന് തോന്നില്ലേ? ദയവു ചെയ്ത് നമ്മെ ചിത്രവധം ചെയ്യാതെ വിട്ടേക്കു ആഞ്ജനേയ. ശനീശ്വരൻ അങ്ങ് വീര ഹനുമാനോട് ദയാപൂർവം ചോദിക്കുകയാണ്. ധൃതിപ്പെടാതെ ശനീശ്വര, നമ്മെയും ശ്രീ വിനായകനെയും പിടികൂടയില്ലെന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ.
ഞങ്ങളെ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ തിരിഞ്ഞുപോലും നോക്കുകയില്ലെന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ അങ്ങയെ മോചിപ്പിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. എന്തു പറയുന്നു ശനീശ്വര എന്ന് ചോദിച്ചു ആഞ്ജനേയൻ. ഇല്ല 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 ഇല്ല, നിങ്ങളെ ആരാധിക്കുന്നവരെ ബാധിക്കണമെന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കില്ല. സത്യം 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 നമ്മുടെ ശനീശ്വരൻ പറഞ്ഞു. അങ്ങനെ ക്ഷമ പറഞ്ഞ ശനീശ്വരൻ്റെ കുടുമയിൽ നിന്ന് ഹനുമാൻ സ്വാമി പിടിവിട്ടു. ഒരു ദീർഘനിശ്വാസത്തോടുകൂടി ശനീശ്വരൻ ആഞ്ജനേയനെയും വിഘ്നേശ്വരനെയും പലവട്ടം വന്ദിച്ചിട്ട് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി. ആഞ്ജനേയ സ്വാമിയെ ഭക്തിനിഷ്ഠയോടുകൂടി ധ്യാനിച്ച് ആരാധിക്കുന്ന ഭക്തന്മാർക്ക് 7:30 ശനി കാലത്ത് യാതൊരുവിധ ആപത്തും സംഭവിക്കില്ല. അഷ്ടമത്തിൽ ശനി വക്രമായി നിന്നാലും ഹനുമാന്റെ ആശ്രിതരെ ഒരിക്കലും ഗ്രഹപ്പിഴകൾ ബാധിക്കില്ല. അത്യന്തം ഗ്രഹപ്പിഴ സമയമുള്ളവർ വെള്ളിയാഴ്ച തോറും ആഞ്ജനേയ സ്വാമിക്ക് വെണ്ണയും അവലും പഴവും നിവേദിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അർഘപാദ്യാദ്യാദി പൂജകളാൽ ഹനുമാൻ സ്വാമിയെ സംപ്രീതനാക്കാമെങ്കിൽ സകല ആപത്തുകളും ആദിത്യരശ്മിയേറ്റ് മറഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളിയെ പോലെ അലിഞ്ഞു പോകും ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ചാൽ. വിധി അനുസരിച്ച് ആഞ്ജനേയ സ്വാമിയെ ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ച് പൂജിച്ച ഭക്തരാമദാസൻ സർവോത്തമ ഭക്ത ശ്രേഷ്ഠനായിട്ടാണ് മാറിയിരിക്കുന്നത്. ഹനുമാനെ തൻ്റെ ആദർശദേവനായി ആരാധിച്ച് പ്രസാദിപ്പിച്ച ഛത്രപതി ശിവജി അനേകം സാഹസകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രോമാഞ്ചമുളവാക്കുന്ന ധീരസാഹസികനായിരിക്കുന്ന മാറാത്ത സിംഹം ധീരശിവാജിയുടെ വീരകഥ നമ്മുടെ ഭാവി തലമുറയ്ക്ക് പോലും രാജ്യസ്നേഹവും ആത്മധൈര്യവും പകർന്ന് നൽകുന്നതാണ്. ഇവരൊക്കെ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും അടുത്ത ഭക്തരായിരുന്നു. ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും മാനസപുത്രനായിരിക്കുന്ന വായുദേവൻ മധ്യസ്ഥതയുടെ മൂർത്തിമത് ഭാവമാണ്. മനസ്സിലായില്ലേ? മധ്യസ്ഥതയുടെ പ്രതീകമായിട്ടാണ് ശാസ്ത്രം വായു ഭഗവാനെ കണ്ടിരിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ ആഞ്ജനേയ സ്വാമി മധ്യസ്ഥതയിലും ദൗത്യത്തിലും നല്ല അഗ്രഗണ്യനായിട്ടാണ് ഇരിക്കുന്നത്. രാമഭക്ത ഹനുമാൻ കലിയുഗ വരദായകനാണ്. കാണപ്പെട്ട ദൈവമായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി ഉഗ്രപ്രതാപമൂർത്തിയാണ്. ശാന്തസ്വരൂപനും അനുഗ്രഹദേവനുമായിരിക്കുന്ന ഹനുമാൻ സ്വാമി ആപത് ബാന്ധവനായിരിക്കുന്ന പ്രപഞ്ച പരിപാലകനാണ്. മഹാവ്യാധികളും മാനസിക രോഗങ്ങളും പ്രേതബാധാദികളിൽ ഏർപ്പെടുന്നവരും ഭയവിഭ്രാന്തികളും ആഞ്ജനേയ ഉപാസനയിൽ കൂടി നിശേഷം അത് മാറിക്കിട്ടും. പല വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഹനുമാന് പ്രത്യേകം സന്നിധാനങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ആഞ്ജനേയന് മാത്രമായിട്ട് ആരാധനാലയങ്ങളും ഉണ്ട്. ഈശ്വര വിശ്വാസികളായിരിക്കുന്ന പലരും തങ്ങളുടെ ഭവനങ്ങളിൽ ആഞ്ജനേയൻ്റെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒക്കെ വെച്ച് നിഷ്ഠയോടുകൂടി പൂജ ചെയ്യാറുണ്ട്. രോഗശമനം, ശത്രുനാശം, ദാരിദ്ര്യമോചനം, ഇഷ്ടസിദ്ധി, വശ്യശക്തി, വ്യവഹാര വിജയം, വ്യാപാര അഭിവൃദ്ധി, സന്താന സൗഭാഗ്യം, സംരക്ഷണം, ആത്മധൈര്യം, കായികശേഷി മുതലായ അനേകം സൗഭാഗ്യങ്ങൾ ഹനുമാൻ സേവയിലൂടെ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് അത്രയും നിഷ്ഠയോടുകൂടിയായിരിക്കണം. നിഷ്ഠ തെറ്റിച്ചാൽ ഇത്രയും അടികിട്ടുന്നൊരു സേവ വേറെ ഇല്ല എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഭക്തിയും നിഷ്ഠയും ഏകാഗ്രതയുമുള്ള ഭക്തന്മാർക്ക് ക്ഷിപ്രപ്രസാദിയായ ആഞ്ജനേയ സ്വാമിയെ കാലവിളംബം കൂടാതെ ദർശന സൗഭാഗ്യം അരുളിയാൻ സാധിക്കുന്നതാണ്. കരുണ, വാത്സല്യം, അനുകമ്പ, ത്യാഗം, വീരം, സാഹസം മുതലായ സർവോത്മക ഗുണങ്ങളുടെ മൂർത്തിബദ് ഭാവമായ ഹനുമാൻ സ്വാമി ഭക്തിരസം എന്ന താപമേൽക്കുമ്പോൾ വെണ്ണ എന്നതുപോലെ ഉരുകി ആശ്രിതർക്ക് അഭയപ്രധാനമരുളി ചെയ്യുന്ന ആനന്ദദയാസാഗരമാണ്. ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് ഹനുമത് മന്ത്രങ്ങൾ നിത്യേന ഭക്തി പുരസരം ഉരുവിടുന്നത് ദിവ്യ ഔഷധങ്ങൾ സേവിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. കായിക ശക്തി കൊണ്ട് നേരിടേണ്ട മത്സരങ്ങളിൽ പോലും പലരും എന്താ ചെയ്യുന്ന ഹനുമാൻ സ്വാമിയെ തങ്ങളുടെ ആദർശാരാധ്യ ദേവനായിട്ട് ധ്യാനിച്ച് പല അപൂർവ വിജയങ്ങളും നേടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഹനുമാൻ സ്വാമിയുടെ കഥകൾ. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ ഹനുമത് ചരിതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഹനുമാൻ സ്വാമിയെക്കുറിച്ചുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ, പൂർവ്വദ്വീപുകളിൽ ഹനുമാൻ സ്വാമി ഉണ്ടായത്, ദക്ഷിണേന്ത്യയിൽ ഹനുമാൻ സ്വാമി ഉണ്ടായ കഥ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിലെടുക്കാം. നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, ഇന്ന് സെപ്റ്റംബർ 25 ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. ഇനിയും മഹാഭാരതം ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് മഹാഭാരതത്തിന് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഉടൻ ഒരു വാട്സപ്പ് മെസ്സേജ് നൽകുക. നാളത്തും കൂടി കഴിഞ്ഞാൽ ഇനി ഞാൻ ആർക്കും നമ്മുടെ മഹാഭാരതം അയക്കില്ല. ഓക്കെ, ഹരേ കൃഷ്ണ.
പിന്നെ നമ്മളെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നീണ്ട 72 ദിവസങ്ങൾ നമ്മളിൽ നിന്നൊരു സഹോദരൻ വെള്ളത്തിലാണോ കരയിലാണോ എന്നറിയാതെ ശിരൂരിൽ മണ്ണിൻ്റെ അടിയിലായിരുന്നോ വെള്ളത്തിലാണോ എന്നറിയാതിരിക്കുകയായിരുന്നു. പക്ഷേ ആ കുടുംബം ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ അച്ഛനും അമ്മയും ഭാര്യയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കുഞ്ഞും എല്ലാം കടന്നുപോയി. നമ്മൾ ഓരോ മലയാളികളുടെയും ഹൃദയത്തിലെ സ്പന്ദനമായി ഒരു വേദനയായി അർജുൻ ഇരിക്കുകയായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് അർജുൻ എൻ്റെയും അമറിൻ്റെയും ഒക്കെ വീട്ടിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ് അർജുൻ്റെ വീട്. അപ്പോൾ അർജുനെ ഇന്ന് കണ്ടെത്തി. വളരെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. നീണ്ട 72 ദിവസങ്ങളായിരുന്നു ആ ഒരു ശവശരീരം ജലത്തിൽ കിടന്നത്. ഒന്നും പറയാനില്ല, എല്ലാം പൂർവ്വജന്മത്തിൻ്റെ കുറേ കാര്യങ്ങൾ, അത്രയും നമുക്ക് പറയാൻ പറ്റൂ. കുറേ കർമ്മഫലങ്ങൾ, അല്ലാതെ നമുക്കിതിലൊന്നും പറയാനില്ല. അപ്പോൾ അർജുന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച നമ്മുടെ ഈശ്വർ മാൽപേയും ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും എടുത്തു പറയത്തക്ക പല ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. പട്ടാളക്കാരും ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാരനാണ്, വളരെ അടുത്ത് ക്ലോസാണ്. ഇനിയും അർജുൻ്റെ ആ ഒരു വേർപാടിൽ ആ കുടുംബം കരകയറിയിട്ടില്ല. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള കുടുംബമാണ്. ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയും പ്രതീക്ഷയുമായിരുന്നു അർജുൻ. വെറും 3 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ആ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ആ കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെട്ടു, ആ അച്ഛനും അമ്മയ്ക്കും മകനെ നഷ്ടപ്പെട്ടു, സഹോദരിക്കും സഹോദരനെ നഷ്ടപ്പെട്ടു, കൂട്ടുകാർക്കൊരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു, നാട്ടുകാർക്കൊരു നാട്ടുകാരനെ നഷ്ടപ്പെട്ടു. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകൊടുത്താണ് അർജുൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ച അർജുൻ ഇന്ന് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞത്. മരണം ഒരു നിത്യസത്യമാണ്. ജനനത്തോടൊപ്പം മരണമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ദുരന്തങ്ങളിലൊന്നും ആരും മരിക്കാതെ ഇരിക്കട്ടെ. നീണ്ട 72 വർഷങ്ങൾ ആ ശരീരം വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ ആ ഭാര്യ എങ്ങനെ ഉറങ്ങിയെന്ന് നമ്മൾ ചിന്തിക്കണം. അച്ഛൻ്റെ മടങ്ങിവരവും കാത്തിരിക്കുന്ന ആ മകൻ, എന്തിനാണ് ഇത്രയും ജനങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്നറിയാതെ ആ കുഞ്ഞ് അന്നും അച്ഛൻ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടവുമായി കളിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പറയാൻ എളുപ്പമാണ്, മീഡിയ പ്രവർത്തകർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, മീഡിയയിൽ ഇത്രയും കാണിച്ചത് എന്തിനാണ്. നമുക്കാർക്കും അവിടെ ചെന്ന് നോക്കാൻ പറ്റില്ല. പക്ഷേ മീഡിയയിലൂടെ ആയിരുന്നു നമ്മൾ ഇതെല്ലാം കണ്ടത് അല്ലേ. പച്ചയായ സത്യങ്ങളായിരുന്നു അവർ നമുക്ക് മുമ്പിൽ കാണിച്ചത്. ഇത്ര ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും അർജുൻ്റെ വിശേഷങ്ങൾ അറിയാൻ എത്രയോ കോടി ജനങ്ങൾ അർജുൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. മീഡിയയിലൂടെ ആയിരുന്നു കണ്ടത്. മീഡിയയിലൂടെ തന്നെയാണ് എല്ലാം നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. അതുകൊണ്ട് മീഡിയയെ കുറ്റം പറയാൻ ഞാൻ ഒരിക്കലും ആളല്ല. കാരണം ഞാനും ഒരു മീഡിയ എംപ്ലോയിയാണ്. അത് നമുക്ക് മനസ്സിലാവുന്ന, ഹൃദയത്തിൽ തട്ടുന്ന പല ഭാഷകളിലൂടെയായിരുന്നു അവർ കാണിച്ചത്. പലരും അവിടെ തന്നെ നിലയുറപ്പിച്ചു. അത് TRP റേറ്റിംഗ് ആണോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എങ്കിൽ കൂടിയും അവരുടെ ആ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. എന്ത് തന്നെ ആയാലും ശരി, ആ ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി പരസ്പരം കുറ്റം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. നഷ്ടം സംഭവിച്ചു. ആ കുടുംബത്തിന് വേണ്ടി മഞ്ജരീസ് എപ്പോഴും പ്രാർത്ഥിക്കുക. ആ ഒരു പെൺകുട്ടിക്ക് ഇന്ന് ജോലി ലഭിച്ചു. ഇനിയെങ്കിലും ആ കുടുംബം, അർജുൻ്റെ ആ ഒരു സ്ഥാനം അതൊരിക്കലും ആരെക്കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും ആ ഭാര്യയ്ക്കും ആ കുഞ്ഞിനും ആ സഹോദരങ്ങൾക്കും എല്ലാം അത് താങ്ങാനുള്ള ശക്തി സർവശക്തനായിരിക്കുന്ന ഭഗവാൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, അർജുൻ്റെ മൃതദേഹം ഇനിയും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. 2 ദിവസം കൂടി കഴിയും DNA ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എത്താൻ. അത് കാണുമ്പോൾ ഒന്ന് തിരിച്ചറിയാൻ പോലും ആവാത്ത രീതിയിൽ ആ വീട്ടുമുറ്റത്തെത്തുന്ന മൃതദേഹം കാണാനുള്ള ശക്തിയും ആ ഒരു കരുത്തും ആ കുടുംബത്തിന് സർവേശ്വരൻ നൽകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ അർജുന് കോടി പ്രണാമങ്ങൾ ഗുരുവായൂർ മഞ്ജരീസ് സമർപ്പിക്കുകയാണ്. അർജുൻ്റെ മകന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ആ അച്ഛനും അമ്മയ്ക്കും എന്നും താങ്ങും തണലായി ഒരു ശക്തിയുള്ള മകളായി മുന്നോട്ട് ജീവിക്കാൻ അർജുൻ്റെ ഭാര്യയ്ക്ക് സാധിക്കട്ടെ. ആ സഹോദരിയുടെ ആ ഒരു നെഞ്ചു പിടയുന്ന അവസ്ഥ, അതെല്ലാം ഭഗവാൻ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്.
ഹരേ കൃഷ്ണ.